അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാവട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാവട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ണലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമെഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാകുവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന മഹത്വപൂർണമായ നിന്റെ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട പിതാവിനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പട്ടമടത്ത ബഹുമാനപ്പെട്ട ഭവനത്തിന് അദ്ദേഹം നന്ദി അറിയിക്കുന്നു. അനുശോചന സന്ദേശങ്ങൾ നൽകാനുള്ളവർക്ക് അതിനുള്ള സമയമാണ്. നമ്മുടെ 9 മണിയോടുകൂടെ ഒന്നാം ഭാഗം സംസ്കാര ശുശ്രൂഷയുടെ ഒന്നാം ഭാഗം ആരംഭിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമുക്ക് അനുശോചന സന്ദേശം നൽകാനുള്ള ക്രമീകരണങ്ങൾ ഈ സമയത്ത് ചെയ്യാവുന്നതാണ്. ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ ജോസ്, ജിമ്മി, ബിനി കുടുംബാംഗങ്ങളെ, പപ്പായയ്ക്ക് യാത്രാമൊഴി അരുളുവാൻ ഈ ദേവാലയത്തിൽ സന്നിധിയായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയ സുഹൃത്തുക്കളെ, 86 വർഷ കാലഘട്ടം പുന്നത്രയിലും ഏറ്റുമാനൂരും ഷിക്കാഗോയിലും താമസിച്ച് നിത്യതയിലേക്ക് അനയിക്കപ്പെടുന്ന പപ്പായയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുവാനും അനുശോചനം രൂപപ്പെടുത്തുന്ന സമയമാണ്. ഒരു പിതാവിനെയും മാതാവിനെയും സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് തങ്ങളുടെ മക്കള് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുന്നത് കാണുമ്പോഴാണ്. പപ്പായയുടെ എല്ലാ മക്കളും അവര് പ്രവർത്തിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും, സാമൂഹിക സാംസ്കാരികമായ എല്ലാ മണ്ഡലങ്ങളിലും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുന്നത് കൺകുളിർക്കെ കണ്ടാണ് ഇന്ന് പപ്പ യാത്രയാകുന്നത്. പപ്പായുടെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും, എല്ലാ വേദികളിലും പപ്പ ഒരു കയ്യൊപ്പിട്ടാണ് ഇന്ന് കടന്നു പോകുന്നത്. പപ്പയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. എല്ലാ കുടുംബാംഗങ്ങളോടും ഉള്ള അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. അടുത്തതായി അന്തരിച്ച ബാബു ചാഴികാടനും കണിയാലി കുടുംബമായിട്ടുള്ള ഒരു അഗാധമായ ഒരു ബന്ധമുണ്ട്. ബാബുവിന്റെ സെക്കൻഡ് ഹോം ആയിരുന്നു കണിയാലി ഹോം. ഇന്ന് ചാഴികാട് ഫാമിലി പ്രതിനിധിച്ചുകൊണ്ട് പീറ്ററും തമ്പിയും ഇവിടെ വന്നിട്ടുണ്ട്. പീറ്റർ ചാഴികാടിനെ ഞാൻ അനുശോചന സന്ദേശത്തിനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട പപ്പായുടെ വിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന കണിയാലി സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയമുള്ളവരെ, 80 ആരംഭത്തിൽ ശ്രീ ജോസ് കണിയാലിയും എന്റെ സഹോദരൻ ബാബു കോട്ടയം രൂപതയുടെ യുവജന പ്രസ്ഥാനമായ KCVന് രൂപതാതലത്തിൽ നേതൃത്വം കൊടുത്തിരുന്ന കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ട ശ്രീ ചാക്കോ കണിയാലി പപ്പായെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത്. എന്നാൽ അതിനുശേഷം ഞാൻ അമേരിക്കയിൽ വന്ന് ജോസുമായി സംഭാഷണങ്ങൾ നടത്തുമ്പോൾ പലപ്പോഴും ജോസ് തിരക്കിലായിരിക്കും. അന്നെല്ലാം ലാൻഡ് ലൈൻ മാത്രമുള്ള കാലം പപ്പായായിരുന്നു ഫോൺ എടുത്തിരുന്നതും ഞങ്ങളുടെ സംഭാഷണങ്ങൾ ദീർഘമായി പോകാറുണ്ട്. അന്ന് ആ ദിവസങ്ങളിൽ അദ്ദേഹം വായിച്ച പല പുസ്തകങ്ങളിലെ ചില വിഷയങ്ങളോ ബൈബിളിലെ ചില വിഷയങ്ങളോ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലെ ലേഖനങ്ങളും മറ്റും ഞങ്ങളുടെ സംഭാഷണങ്ങളിൽ കടന്നു വരാറുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ആഴമായി വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ അന്ന് മനസ്സിലാക്കിയത്.
സമൂഹത്തിലെ പല ആചാരങ്ങളെ പറ്റിയും കറന്റായിട്ടുള്ള പല അഫയേഴ്സിനെ പറ്റിയും എല്ലാം അദ്ദേഹത്തിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു, സ്വന്തമായ ചിന്താഗതികളുണ്ടായിരുന്നു. അദ്ദേഹം പലതിനും മാറ്റങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അപ്രാദേശ് പോലുള്ള മാധ്യമങ്ങളിൽ അദ്ദേഹം തന്റെ ചിന്തകളും ആശയങ്ങളും ക്രിയാത്മകമായ നിർദ്ദേശങ്ങളുമെല്ലാം നമ്മളോടൊപ്പം പങ്കുവെച്ചത് നമ്മളിൽ പലരും വായിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് നമ്മോട് വിട പറയുമ്പോൾ അദ്ദേഹത്തെ പറ്റി നമ്മൾ വിലയിരുത്തുമ്പോൾ എന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അതുപോലെ ഉള്ളത് അദ്ദേഹത്തിന്റെ മക്കളാണ്. നല്ല രീതിയിൽ ബിസിനസ് എല്ലാം ചെയ്ത് സമൂഹത്തിനും സമുദായത്തോടും ഒത്തു ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ മാതൃകയായി ജീവിക്കുന്ന വിനി, മാത്തുക്കുട്ടി കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ നാട്ടിലും വടക്കേ അമേരിക്കയിലും സംഘടനാ പ്രവർത്തനങ്ങളില് തന്റേതായ ഒരു ശൈലി തന്നെ രൂപപ്പെടുത്തി തന്നെ ഏൽപ്പിച്ച എല്ലാ പ്രസ്ഥാനങ്ങളെയും സംഘടനകളെയും സമൂഹത്തിന്റെ മുൻനിരയിൽ കൊണ്ടുവരുവാൻ പ്രാപ്തനായ ജോസ് കണിയാനിയും ജോസിയും സഹോദരനെ പോലെ തന്നെ ചെറുപ്പം മുതൽ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകി കോട്ടയം രൂപതയുടെ KCVയിലെ രൂപതാ പ്രസിഡന്റായി പ്രവർത്തിച്ച് ഇന്ന് ഷിക്കാഗോയിൽ നിരവധി സംഘടനകളുടെ മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകുന്ന ജിമ്മി കണിയാനിയും ജിൻസിയും, അല്പം മുൻപ് ജോർജ് പറഞ്ഞതുപോലെ ഈ പ്രിയപ്പെട്ട മക്കളുടെ ഒരു നിഴലായി നിന്നുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളിലെല്ലാം അദ്ദേഹം അഭിമാനിച്ചിരുന്നു, സന്തോഷിച്ചിരുന്നു. നമ്മൾ കുടുംബ പ്രാർത്ഥനകളെല്ലാം ചൊല്ലാറുള്ളത് പോലെ സഭയ്ക്കും സമുദായത്തിനും നല്ലവരായ കുടുംബങ്ങൾക്കും കുടുംബത്തിനും നല്ലവരായ മക്കളെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച ഈ പിതാവിന് ഇന്ന് ഈ മക്കൾ നൽകുന്ന ഏറ്റവും നല്ല പ്രോഗ്രസ് റിപ്പോർട്ട് A+ റിപ്പോർട്ടാണ് എന്ന് ഞാൻ കരുതുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 40 വർഷങ്ങൾക്ക് മുൻപ് മുതൽ ബാബുവിൽ കൂടി തുടങ്ങി ജോയി ചേട്ടനിൽ കൂടി ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും എല്ലാം ഈ അവസരത്തിൽ നന്ദി പറയുകയും ഞങ്ങൾ ചാഴികാട്ട് കുടുംബത്തിന്റെ പേരിലുള്ള എന്റെ സഹോദരങ്ങൾ ഓരോരുത്തരുടെയും പേരുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടും ഈ പ്രിയപ്പെട്ട പിതാവിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. പപ്പായുടെ ഫസ്റ്റ് കസിനും കുടുംബാംഗവുമായ കോവിക്കട ജോർജ് വിളിച്ചായ ഇവിടെ അനുശോചനം രേഖപ്പെടുത്തുന്നു. കൂടുതൽ പരിചയം ഇവിടെയുള്ള പഴയ ആളുകൾക്കാണ്. ഞാൻ യൂസ് ടു ബി ഷിക്കാഗോയിൽ. I moved from here in 1980. I am one of the first cousins. This was not the occasion I wanted to be here to talk about. Since he was very close to me, it was hard for me to be here. Jacob Daniel was the eldest in our cousins group in our generation, but he used to direct us for anything and everything, and he used to advise us. And my mother and his mother, as I told you, they are siblings, and my mother was one of his favorite customers. You always used to come to my house and visit us and even try to stay with us.
he used to, before his marriage, as a matter of fact, he took his first job in Ivy College, Toronto. And at that time he was in my house, and my uncles came with an appointment card to join the Ivy. From there we continued on to KSRTC. Then at that time, there was one incident. How caring he was, I'm going to explain that. In one incident, when I was in the mid-50s, 1950s, he came to my house and he told, Eda, Adutha, Avadikari, ready I come. So he took his other brother, Philip, and me, and came and took him took us to Toronto. And then he said, he explained, he always used to talk about different subjects in that age, not like other parents. And he was, they used to say, hey, my father and mother, it's always, and we call him Chachan, by the way, I don't know whether I can say that. We call him Chachan, and Chachan was like a father, and everything they always consult with him for our education and what they have to do after, things like that. So when we went to Toronto, he said, I brought you here to Toronto to see the place, not to sit at home. Man, that time we want to play. No, you are not. Me, that time he was married with Anujaji, and then he told, when we go to the office, you make sure you both don't sit here. You travel around Toronto and see the place and see the people and see what is going on and learn out of it. At that time, I said, man, I was studying high school. I think I was in high school, early fourth or something like that. Then he told me, and you get back as when we get back from the office. And then early morning he takes and gives us 2 rupees. And those times, 2 rupees also. Then he says, you take 1 rupee, it will cost you to go around Toronto in that green bus, city bus. You get into that, go and see the places, get back. You always say that. Then when we get home, he will ask, what did you see? What did you learn? Like that, he was so enthusiastic to know what we learned. That type of person he was. So it was, and then he came to Kottayam, and he always used to visit my parents. And, and with his children, Willie, Jose, and Jimmy Misha. By the time I left the place, so I was here in those days, but I don't have much memories with him like that. Anyway, I don't know, and I always wanted to come here and visit him when I was in India, and then I came back, and due to some other reason I could not come and see him. But then I have to say one more, about a few weeks ago, my siblings came to see him. At that time, he was conscious and all, but he came, and when they asked him, Chachan, this is a Kocha. Then he right away mentioned, every house. So he was not out of his mind. He said, when we were, every house in my mother's siblings said there is a Kocha. So me, Baatamte Kocha. And then he started talking, like that. He always had connected and had a touch with us. That type of. So, Chacha, I don't know what else, and I'm going to miss him. And we all
is going to miss him because he was that much loving and caring. He used to talk about politics. So I just pray to God to keep him in his kingdom and take care of him. Chacha, I'm going to say bye right now. I love you so much. James Takanat, James Takanat. പ്രിയ വൈദികരെ, സിസ്റ്റേഴ്സ്, കുടുംബാംഗങ്ങളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വേർപാട് എത്രയൊക്കെ പറഞ്ഞാലും ഒരു വേദനയാണ്. ആ വേർപാടിൻ്റെ വേദനയിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കുചെയ്തു. 20 വർഷങ്ങൾക്ക് മുമ്പ് KCVയിലെ പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടം, അന്ന് ഏകെയുള്ള ഒരു വാർത്താ കാനായ സമുദായത്തിന്റെ മീഡിയ എന്ന് പറയുന്ന അപനാദേശമാണ്. 2 ആഴ്ച കൂടി വരുന്ന അപനാദേശ് വാർത്തകൾ നൽകുമ്പോൾ ആ വാർത്തകൾ വായിക്കുവാൻ ഞങ്ങൾ പലപ്പോഴും അപനാദേശ് നോക്കി നിൽക്കാറുണ്ട്. അപനാദേശിന്റെ ഒരു പങ്ക്തി, ലെറ്റർ ടു എഡിറ്റർ എന്നൊരു പങ്ക്തി പലപ്പോഴും നോക്കുമ്പോൾ അതിന്റെ അടിക്കുറിപ്പിൽ കാണും ചാക്കോ കണിയാൻ. ഞാനിവിടെ സൂചിപ്പിച്ചത് സമൂഹത്തോടും സമുദായത്തോടും തന്റെ പ്രതിബദ്ധത എന്നും കാണിച്ച ഒരു വ്യക്തിയാണ്. പലപ്പോഴും നല്ല വശങ്ങളും മോശവശങ്ങളും കാണിക്കുവാനും പറയുവാനും നമ്മളൊക്കെ മടിക്കുകയാണ്. ഞാനായിട്ട് എന്തിന് പോകുന്നു എന്നൊരു ചിന്ത എന്നെയും നിങ്ങളെയും അലട്ടുന്നുണ്ട്. പക്ഷെ അപ്പോഴും സമൂഹത്തിൽ നല്ലത് കാണിക്കുവാനും തെറ്റായി കാണിക്കുവാനും തന്റെ ബാധ്യതയാണ് എന്ന് സമൂഹത്തിൽ കാണിച്ചു തന്ന ഒരു വ്യക്തിയായി പ്രിയപ്പെട്ട ചാക്കോച്ചേട്ടനെ ഞാൻ ഓർക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇവിടെ ശ്രീ പീറ്റർ ചാഴിയാണ് സൂചിപ്പിച്ചതുപോലെ ആ പ്രതിബദ്ധത തന്റെ സമൂഹത്തിൽ കാണിക്കുവാൻ തന്റെ മക്കളിലൂടെ അദ്ദേഹം കാണിച്ചു എന്നുള്ളതിന് നമുക്കൊക്കെ അറിയാം. പ്രിയപ്പെട്ട ജോസിയേട്ടനെ എടുത്താലും ഒരു വ്യക്തി എന്ന നിലയിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിൽ ഈ അമേരിക്കയിൽ എത്തിച്ചേർന്ന ഒരു വ്യക്തിയാണ്. തന്റെ ചെറുപ്രായത്തിൽ തന്നെ KCCയുടെ പ്രസിഡന്റായി സാമൂഹിക രംഗങ്ങളിലും മാധ്യമരംഗങ്ങളിലും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു മകൻ. അതോടൊപ്പം പ്രിയപ്പെട്ട ജിമ്മിച്ചേട്ടൻ, ഞാൻ KCVയിലായിരുന്നപ്പോൾ പ്രസിഡന്റ് എന്ന നിലയിൽ ആരാധനയോടെ കണ്ട ഒരു വ്യക്തിയാണ്. അങ്ങനെ സമൂഹത്തിന്റെ മാതൃകയായി തന്റെ മക്കളെയൊക്കെ വളർത്തി വലുതാക്കി പ്രതിബദ്ധതയോടെ സമൂഹത്തിന് മുന്നിൽ തലയോർപ്പോടെ നിൽക്കുന്ന മക്കളെ കണ്ട് ഇന്ന് നമ്മളൊന്ന് വേർപെട്ടു പോയിരിക്കുകയാണ്. ആ വലിയ പിതാവിന്റെ വേർപാടിൽ ഒരിക്കൽ കൂടി പ്രണാമം പ്രണാമം പ്രണാമം. Chicago Malayalam Association President Sri Ranjan Abrahate അനുശോചന ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയമുള്ളവരെ, ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, നമ്മുടെ പ്രിയ അപ്പച്ചൻ ചാക്കോച്ചായൻ കണിയാനിൽ ഷിക്കാഗോ മലയാളി അസോസിയേഷന്റെ ലൈഫ് മെമ്പറും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും ഇവിടെയും മലയാളി സമൂഹത്തിന്റെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയും ആയിരുന്നു. ഷിക്കാഗോ മലയാളി അസോസിയേഷൻ നടത്തുന്ന എല്ലാ പ്രോഗ്രാമുകളിലും വരികയും നല്ല നിർദ്ദേശങ്ങൾ തരികയും ചെയ്തിരുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയായിരുന്നു ചാക്കോച്ചായൻ. ചാക്കോച്ചായന്റെ ഈ വേർപാട് ഷിക്കാഗോ മലയാളി അസോസിയേഷന് ഒരു വലിയ നഷ്ടമാണ്. ദുഃഖിതരായിരിക്കുന്ന ജോസ് കണിയാലി, ജിമ്മി കണിയാലി, വിനി മാത്തിക്കുട്ടി, അതുപോലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും അനുശോചനം അറിയിക്കുന്നു. സർവശക്തനായ ദൈവം
ഈ സാഹചര്യത്തിൽ വേണ്ട ശക്തി തന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാക്കോച്ചാൻ ദൈവസന്നിധിയിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദുഃഖിതരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ഷിക്കാഗോ മലയാളി അസോസിയേഷന്റെ ഡയറക്ട് ബോർഡിന്റെയും ബോർഡ് മെമ്പേഴ്സിന്റെയും എല്ലാ ലൈഫ് മെമ്പേഴ്സിന്റെയും എന്റെയും വ്യക്തിപരമായ പേരിലുള്ള അഗാധമായ ദുഃഖവും അനുശോചനവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഷിക്കാഗോ സെന്റ് മേരീസ് കാത്തലിക് ഇടവയെ പ്രതിനിധിച്ചുകൊണ്ട് സിബി KVTV സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, തങ്ങളുടെ പിതാവിന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന കണിയാലി കുടുംബാംഗങ്ങളെ, ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തി അവരെ വലുതാക്കി അവർ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നത് കണ്ട് ഇന്ന് നമ്മളോട് യാത്ര പറയാനുള്ള ഒരു അനുഗ്രഹം ലഭിച്ച വ്യക്തിയായിട്ടാണ് ഞാൻ ഈ അപ്പച്ചനെ കാണുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ടിടത്തോളം വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, മക്കളെ വളർത്തുന്ന കാര്യത്തില് സ്നേഹത്തിൽ, ഊഷ്മളമായ സ്നേഹത്തിൽ അവരെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് സ്നേഹാധിഷ്ഠിതമായ ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹം വളരെ തൽപരനായിരുന്നു. അതിനോടൊപ്പം തന്നെ സഭയോടും സമുദായത്തോടും സാമൂഹിക പ്രവർത്തനങ്ങളിലും എല്ലാം വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചിരുന്ന ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് തന്റെ കുടുംബത്തിലുള്ള മക്കളെ, ജോസിയേട്ടനായാലും ജിമ്മിയാണേലും എല്ലാവരെയും ആ നിലയിൽ വളർത്തിക്കൊണ്ട് വരികയും അവരെല്ലാം ഇത്തരം പ്രവർത്തനങ്ങളിൽ നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നത് കണ്ട് നമ്മളോട് യാത്ര പറയാനുള്ള ഒരു ഭാഗ്യം ലഭിച്ച ഒരു അപ്പച്ചനാണ്. അതുപോലെ തന്നെ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ട് നമുക്കെല്ലാം ഒരു മോഡലായി കാണാം. കാരണം ആ പിതാവിനെ സംരക്ഷിക്കുന്നതിൽ മക്കൾ കാണിച്ച ആ ഒരു ഊർജ്ജസ്വലത ഇപ്പോ അസുഖമായിരുന്ന സമയത്തും എപ്പോഴും വാത്സല്യപൂർവ്വം കെയർ ചെയ്യുകയും എല്ലാം ചെയ്ത് ഇന്നിപ്പോൾ യാത്രയാക്കുകയാണ്. മരണം എന്നുള്ളത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്നിരുന്നാലും ഈ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചിക്കാഗോ സെന്റ് മേരീസ് ഇടവകയുടെ പേരിലുള്ള എല്ലാ അനുശോചനവും രേഖപ്പെടുത്തുകയും ഇന്ന് നമ്മളിൽ നിന്നും വേർപെടുന്ന അപ്പച്ചന്റെ ആത്മാവിന് നിത്യശാന്തി നേടുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സെക്രട്ടറിയുടെ ഇടവയെ പ്രതിനിധിച്ചുകൊണ്ട് തോമസ് തണ്ണോമ്പയുടെ ട്രസ്റ്റ് കോർഡിനേറ്റർ സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കനിയായി ചാക്കോസ് സാറിന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രിയമക്കൾ വിനി, ജോസ്, ജിമ്മി, മരുമക്കളായ മാത്തുക്കുട്ടി, ലൂസി, ലിൻസി, കൊച്ചുമക്കളെ, അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും, ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിൽ ഒരു നഷ്ടവും വേറൊരർത്ഥത്തിൽ ഒരു നേട്ടവുമാണ്. നഷ്ടം, ഒരു ഇടവക അംഗം ദൈവസന്നിധിയിലേക്ക് യാത്രയാകുന്നു. പക്ഷേ അദ്ദേഹം ദൈവസന്നിധിയിലായിരിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹവുമാണ്. ചാക്കോസ് സാറിനെ പറ്റി സമഗ്രമായി തന്നെ ഇവിടെ എല്ലാവരും പ്രതിപാദിച്ചു കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഈ അമേരിക്കയിൽ വന്നതിന് ശേഷമാണ്. പരിചയപ്പെട്ട് അന്ന് വളരെ ദീർഘമായ സംഭാഷണം ഞങ്ങൾ തമ്മിലുണ്ടായി. അതിനുശേഷം എൻ്റെ ഫോൺ നമ്പർ മേടിച്ച് അദ്ദേഹം മിക്കവാറും ഒരു കാലഘട്ടം വരെ വിളിക്കുമായിരുന്നു. വിളിക്കുമ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത്, ഞാൻ ഏതെങ്കിലും ഒരു മാസികയിലെ അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങിയ ഏതെങ്കിലും ഒരു ആനുകാലിക പ്രസിദ്ധീകരണത്തിലെ ചെറുതായ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം എന്നും പറയുക. ലേഖനം എന്ന് അദ്ദേഹം ഒരിക്കലും പറയാറില്ല. ആ കുറിപ്പിനെ പറ്റി വായിച്ച് അഭിപ്രായം പറയണം എന്ന് അദ്ദേഹം കുറിപ്പിറങ്ങുന്നതിന് മുമ്പ് തന്നെ വിളിച്ചറിയിക്കുമായിരുന്നു.
ഞാൻ ആ കുറിപ്പ് കൃത്യമായി വായിക്കും. എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പങ്കുവയ്ക്കും. എതിരായ അഭിപ്രായമാണെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുവാൻ കാരണം എന്ന് അദ്ദേഹം വളരെ വിനയാന്യനായി തന്നെ വിവരിച്ചു തരുമായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ മത, സാമൂഹ്യ, രാഷ്ട്രീയ മേഖലകളിൽ എന്നും ഉണ്ടായിക്കൊണ്ടിരുന്ന ജീർണതകളെ പറ്റിയും കുശുപ്പിക്കലിനെ പറ്റിയും അപജയങ്ങളെ പറ്റിയുമൊക്കെ അദ്ദേഹം സമഗ്രമായി തന്നെ എഴുതുമായിരുന്നു. അത് അധികാരത്തിന്റെ അകത്തളങ്ങളിൽ എവിടെയെങ്കിലും ചെന്നുപെട്ട് അതിന് റിസൾട്ട് ഉണ്ടായോ എന്നൊന്നും അദ്ദേഹം ബോധേടല്ലായിരുന്നു. ഒരർത്ഥത്തിലെ മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നത് പോലെ കർമ്മണ്യേ വാധികാരസ്ഥേ മാ ഫലേഷു കഥാചന, അതായിരുന്നു അദ്ദേഹത്തിന്റെ പോളിസി. തന്നെ കണ്ടാവുന്ന വിധം, തനിക്കറിയാവുന്ന വിധം എവിടെയെങ്കിലുമുള്ള കുറവുകളെ, മാറ്റേണ്ടവയെ പറ്റി, തിരുത്തേണ്ടവയെ പറ്റി അദ്ദേഹം സമഗ്രമായി തന്നെ എഴുതിയിരുന്നു. ആ എഴുത്തിലൂടെ മറ്റുള്ളവർക്ക് ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുന്നതിന് അദ്ദേഹം സദാ ബദ്ധശ്രദ്ധനായിരുന്നു. നമുക്കറിയാം, അദ്ദേഹം KSRTC ദീർഘകാലം സേവനം ചെയ്തു. വലിയൊരു സാമൂഹ്യ സേവനമാണ്. അതുപോലെ തന്നെ ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസുമൊക്കെ പ്രവർത്തിച്ച് സമൂഹ സേവനം, സമുദായ സ്നേഹിയും ഒക്കെയായിരുന്നു. ആ നല്ല മനുഷ്യന്റെ, ആ സാമൂഹ്യ നവോത്ഥാനത്തിന്റെ ഏറ്റവും ചെറിയ കണ്ണികൾ ഒരാളായ ആ മനുഷ്യസ്നേഹിയുടെ വേർപാടിൽ ദുഃഖിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം നമുക്കും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാം. ഈ ദേവാലയത്തിന് വേണ്ടി, ഈ ദേവാലയത്തിലെ ഓരോ ഇടവകയ്ക്കും വേണ്ടി, ഇടവകാംഗങ്ങൾക്കും വേണ്ടി, വിശിഷ്യ വികാരിയച്ഛന്റെ പേരിൽ, മറ്റ് ഭക്തസംഘടനകളുടെ പേരിൽ ഞങ്ങൾക്കുള്ള തീവ്രമായ ദുഃഖവും അനുശോചനവും ഈ അവസരം അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അടുത്തതായി അനുശോചന സന്ദേശത്തിനായി KCC പ്രസിഡന്റ് ശ്രീ BV മണക്കുതനെ ക്ഷണിക്കുന്നു. സാറിന്റെ നിര്യാണത്തില് ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള ബന്ധുമിത്രാദികളെ, സുഹൃത്തുക്കളെ, നമ്മൾ ജനിച്ചാൽ ഒരു ദിവസം മരിക്കണം. നമുക്ക് ആ മരണത്തെ തടുത്തു നിർത്താനായിട്ട് സാധിക്കുകയില്ല. മരണത്തിന് വയസ്സോ അല്ലെങ്കിൽ മറ്റു യാതൊരുവിധത്തിലുള്ള ബന്ധങ്ങളുമില്ല. നമുക്ക് രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറെ നാളത്തേക്ക് തടുത്തു നിർത്താൻ സാധിക്കുമെങ്കിലും മരണത്തെ ഒരിക്കലും തടുത്തു നിർത്താനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. നമുക്കറിയാം, സാറിന്റെ കഴിഞ്ഞ 85 വർഷക്കാലം അദ്ദേഹം തന്റെ മാതാപിതാക്കൾക്ക് നല്ലൊരു മകനായി, സഹോദരങ്ങൾക്ക് നല്ലൊരു സഹോദരനായി, മക്കൾക്ക് നല്ലൊരു പിതാവും, ബന്ധുക്കൾക്ക് നല്ലൊരു ബന്ധുവായും, സുഹൃത്തുക്കൾക്ക് നല്ലൊരു സുഹൃത്തുമായി അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ജീവിതകാലങ്ങൾ തിരഞ്ഞു നോക്കുമ്പോൾ നല്ല നല്ല ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ സഭയ്ക്കും സമുദായത്തിനും വേണ്ടി വളരെ നല്ല കാര്യങ്ങൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ചെയ്തു. കത്തോലിക്ക കോൺഗ്രസിന്റെ ജോയിന്റ് സെക്രട്ടറി, അതുപോലെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറുമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നല്ലൊരു ഭാവം തീർക്കാനായിട്ട് സാധിച്ചു. ആ കാലഘട്ടങ്ങളിലെല്ലാം വളരെ ഭംഗിയായ രീതിയിൽ അദ്ദേഹത്തിന് ഏൽപ്പിക്കുന്ന തൊഴിലുകൾ ചെയ്തു. അദ്ദേഹത്തിന് നമ്മളെല്ലാം ചിന്തിക്കുന്ന പോലെ ഭാഗ്യപ്പെട്ട ഒരു മരണമാണ് ലഭിച്ചത്. കാരണം നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ മക്കളുടെ മക്കളെല്ലാം അദ്ദേഹം വളർത്തി വലുതാക്കി. ആ മരിക്കുന്ന സമയത്തും നല്ല അദ്ദേഹത്തിന്റെ മനസ്സുകൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല രീതിയിൽ മരിക്കാൻ സാധിച്ചു.
ഓർമ്മകളിൽ അദ്ദേഹത്തെ എന്നും ഓർക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കുക. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഈ നിര്യാണത്തില് നാനായ കത്തോലിക്ക കോൺഗ്രസിന്റെ അനുശോചനം നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.
സംസ്കാര ശുശ്രൂഷയുടെ ഒന്നാം ഭാഗം നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ്. അത് തുടർന്ന് കുർബാനയെ തുടർന്നാണ് ദേവാലയത്തിൽ നിന്നുള്ള ശരീരം സെമിത്തേരിയിലേക്ക് സമർപ്പിക്കുന്ന രണ്ടാം ഭാഗം ആരംഭിക്കുക. നമുക്ക് മുന്നിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഈ പ്രിയപിതാവിനെ മനസ്സിലോർക്കുകയും അദ്ദേഹത്തിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ നന്ദിയോടെ അനുസ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ നിത്യ ജീവിതത്തിന് ആവശ്യമായ പ്രാർത്ഥനാ സഹായം നമ്മുടെ ഈ ശുശ്രൂഷകളിലൂടെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുകയും ചെയ്യാം. ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളോടുള്ള അനുശോചനം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. ദൈവം അവരെ സമാശ്വസിപ്പിക്കട്ടെ. ഈ പരേതാത്മാവിന് നിത്യ സൗഭാഗ്യം ദൈവം പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ബലനേരനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങളുടെ പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനപ്പെടുത്തരുതേ, ദുഷ്ടാത്മാക്കളെ രക്ഷിക്കണമേ. എന്നോടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുണ്ടാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവ്വഭൂമിയിലും മലാഖമാരുടെ പരിശുദ്ധനും അപരിശുദ്ധനും പരിശുദ്ധനും പരിശുദ്ധനും ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നയിക്കും. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഓർമ്മിക്കുന്നവരെ നിന്റെ നാമത്തിന് സ്തുതി. പുസ്തകത്തിലെ പേജ് 24. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് സമാധാനം. മണ്ണിൽ നാളത്തെ സൃഷ്ടിച്ചനുമായ സന്താനങ്ങളെ ഉദ്ധാനം എഴുതി വഹിക്കുന്നതിനുമായ കർത്താവിൽ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പോഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. എന്റെ ദിവസങ്ങളൊക്കെ പരിമളമാകുന്നു. മരിച്ചവരെ ഓർമ്മിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുന്നിൽ എല്ലാം നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു. ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്റെ ദിവസങ്ങൾ എത്ര പരിമളമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ എന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. മൃതനാം മിശിഹാ കർത്താവേ, അടലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസന് വരമിന്നരുളേണം. കർത്താവ് സുഖമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവരാം ദൈവത്തിൽ ആശ്രയമണിക്കുന്നു. മറ്റൊരു ശരണം നീയല്ലോ. ലോകം വ്യക്തം സന്ദേശ ഞങ്ങൾ കരുളുക നവജീവൻ. വിശ്വാസിയാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ. ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ. അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം
പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യത പുണരുന്നു, ക്ഷമയുള്ളോനെ ക്ഷയനാകും. ദൈവം സകലേശ് നിതരാം നൂതനമാക്കുന്നു. വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. A reading from the first letter to the Thessalonians. Bless me, Father. May Christ Jesus bless you. We do not want you to be unaware, brothers, about those who have fallen asleep, so that you may not grieve like the rest who have no hope. For if we believe that Jesus died and rose, so too will God, through Jesus, bring with him those who have fallen asleep. Indeed, we tell you this on the word of the Lord, that we who are alive, who are left until the coming of the Lord, will surely not precede those who have fallen asleep. For the Lord himself, with the word of command, with the voice of an archangel, and with the trumpet of God, will come down from heaven, and the dead in Christ will rise first. Then we who are alive, who are left, will be caught up together with them in the clouds to meet the Lord in the air. Thus we shall always be with the Lord. Therefore, console one another with these words. Word of the Lord. Thanks be to God. നമുക്ക് സദാവുൽ നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ വിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അതിനുശേഷം ഈശോ നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി.
ശിഷ്യന്മാരും വലിയ ഒരു ജനക്കൂട്ടവും അവനെ അനുയാത്ര ചെയ്തു. അവൻ നഗര കവാടത്തിന് അടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു. അവൻ അമ്മയുടെ ഏകപുത്രനായിരുന്നു. അവൾ വിധവയും. പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് അനുകമ്പ തോന്നി. കർത്താവ് അവളോട് പറഞ്ഞു, കരയണ്ട. അവൻ മുൻപോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരിക്കുകയും സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഈശോ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഭയം എല്ലാവരെയും ഗ്രസിച്ചു. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉയർന്നിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. അവനെ പറ്റിയുള്ള ഈ വാർത്ത യൂദയ മുഴുവനിലും സമീപപ്രദേശങ്ങളിലും വരുന്നു. നമുക്കെല്ലാവർക്കും എല്ലാത്തോടും ഭക്തിയോടും കൂടെ വന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവശക്തനും ഏകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യരായി പിറന്നു. സഹിക്കുകയും സ്ത്രീകളായി തരപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വൈദ്യം വരുവാനിരിക്കുന്നു. പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിലെ ഉയർപ്പും നിത്യായുസ്സിനും ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണയിൽ ഒരുമിക്കുകയും നിന്റെ ദയാധികരുടെ പാപങ്ങൾ മായ്ച്ചുകളെയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ ദുരിതത്തിന് അനുഗ്രഹങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മരണം വരുമൊരു നാൾ ഓർക്കുക മധ്യാനി,
തീർക്കനീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മധ്യാഹ്നേ, കൂടെ പോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മധ്യാനീ എന്തിനു കരയുന്നു, വ്യാകുലമാനസനായി എന്തിനു നീറുന്നു. തിരമാലകളാൽ തിങ്ങിമറിൻ ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മധ്യാനീ, കൂടെ പോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾക്കൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മധ്യാനീ, കൂടെ പോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവും ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. വിശുദ്ധ കുർബാന നമ്മൾ ആരംഭിക്കുകയാണ്. പെസഹ തിരുനാളിൽ കർത്താവരുடைய കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതനായി തീർന്നിടാം, ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുവും ഭാഗ്യടച്ചിടാം. ശാന്തി പ്രത്യാശയുമെന്നേക്കും
ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മരണം മൂലം വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ ഈ പ്രിയ സഹോദരന് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായുടെ ദേഹത്തിന്റെ ഓർമ്മയെ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവുന്ന പരിശുദ്ധാത്മാവായ സർവേശ്വരായ നയിക്കും. സമാധാനം നമ്മോടുകൂടെ.
ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. Please be seated. First reading. A reading from the first letter of St. Paul to the Corinthians. But if Christ is preached as raised from the dead, how can some among you say there is no resurrection of the dead? If there is no resurrection of the dead, then neither has Christ been raised. And if Christ has not been raised, then empty too is our preaching, empty too your faith. Then we are also false witnesses to God, because we testified against God that he raised Christ, whom he did not raise, if in fact the dead are not raised. For if the dead are not raised, neither has Christ been raised. And if Christ has not been raised, your faith is vain, you are still in your sins. Then those who have fallen asleep in Christ have perished. If, for this life only, we have hoped in Christ, we are the most pitiable people of all. The word of the Lord. Praise be to Christ our Lord. സുവിശേഷ തിരുവെല്ലാം അവതാരം ചെയ്തവരെ കൈകൂപ്പി വണങ്ങിടുവിൻ. സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവൻ ശിക്ഷാവിധിക്ക് വിധേയനാകുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറയിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. മലപ്പുറത്ത് ജോസഫ് അച്ഛൻ രണ്ടു പേർക്ക് സംസാരിക്കുന്നു. ദുഃഖാർദ്ദരായ വിന്നി, മാത്തുക്കുട്ടി, ജോസ് ആൻഡ് ലൂസി, ജിമ്മി, ലിൻസി, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സ്നേഹിതരെ, അനുശോചന സന്ദേശം
ഏറ്റിരുന്ന വരിയിൽ വരാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട മുളവാൻസിൻ്റെ പറഞ്ഞു 2 വാക്ക് സംസാരിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വ്യക്തിപരമായ രീതിയിലുള്ള അനുശോചനം കുടുംബാംഗങ്ങളോട് പ്രത്യേകമായിട്ടും അറിയിക്കുന്നു. ഈ അവസരത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വായിച്ച ഒരു കഥ ഓർക്കുകയാണ്. വിശുദ്ധനായ ഒരു സന്യാസി നിഷ്പാതകനായി പൊരിഞ്ഞ വെയിലിൽ മറ്റൊരാശ്രമത്തിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നു, ചെറിയ ഭാണ്ഡക്കെട്ടും ചുമന്നുകൊണ്ട്. തീ പായുന്ന വെയിലില് നടന്ന് ക്ഷീണിതനായ ഈ സന്യാസി വഴിയോരത്തുള്ള ഒരു മരത്തണലിൽ വിശ്രമിക്കുവാനായിട്ടിരുന്നു. ഭാണ്ഡക്കെട്ടഴിച്ച് അതിലുണ്ടായിരുന്ന ലഘുഭക്ഷണവും കഴിച്ച് വെള്ളവും കുടിച്ചിട്ട് ആ സന്യാസി വൃക്ഷത്തണലിൽ വിശ്രമിക്കുകയാണ്. താൻ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉറക്കത്തിൽ നിന്നും ഉണർന്നെഴുന്നേറ്റു. ആ അവസരത്തിൽ അദ്ദേഹത്തിന്റെ മടിയിൽ കുറെ ഇലകൾ, പഴുത്ത ഭാഗമായ കുറെ ഇലകൾ തന്റെ മടിയിലിരിക്കുന്നത് കണ്ടു. ചിന്തകനായ വിശുദ്ധനായ ഈ സന്യാസി അതേപറ്റി ധ്യാനിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഹ്യൂമാനിറ്റി, മനുഷ്യകുലം ഒരു വൻ വൃക്ഷമാണ്. ആ വൃക്ഷത്തിലെ ഇലകളാണ് ഓരോ മനുഷ്യനും. ഈ വൃക്ഷത്തണലിൽ വരുന്നവർക്ക് ഈ ഇല സമാശ്വാസവും സാന്ത്വനവും കൊടുത്ത് താങ്ങും തണലുമായി ഇത് അവസാനം ആ ഇല പൊഴിഞ്ഞു വീഴുകയാണ്. തന്റെ വിശ്രമത്തിന്റെ അവസരത്തില് മടിയിൽ വീണ ആ ഇലയെ പറ്റി ആ സന്യാസി ഇപ്രകാരം ചിന്തിക്കുകയായി. ഇത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പ്രിയപ്പെട്ട ചാക്കോ ചേട്ടൻ 85 വയസ്സ് വരെ വൻ മരമാകുന്ന മനുഷ്യകുലത്തിലെ പഴുത്ത് ഭാഗമായ ഒരില തന്നെ കീഴിൽ വരുന്നവർക്ക് സ്വാതന്ത്ര്യവും സമാശ്വാസവും കൊടുത്ത് ഇതാ എന്നേക്കുമായിട്ട് പൊഴിഞ്ഞു വീണിരിക്കുകയാണ്. പ്രിയപ്പെട്ട ചാക്കോ ചേട്ടനെ പറ്റി എന്നെ അറിയിക്കുകയാണെങ്കിൽ സിസ്റ്റർ പ്രസന്റേഷൻ ഡിസിറ്റേഷൻ കോൺവെന്റിലെ സിസ്റ്റർ സഹോദരിയാണ് വിവാഹം ചെയ്യുന്നതാണ് എൻ്റെ ഓർമ്മ, എനിക്കറിയില്ല. എന്തായിരുന്നാലും തന്റെ 3 മക്കൾക്കും സമാശ്വാസവും സാന്ത്വനവും കൊടുത്ത് താങ്ങും തണലുമായിട്ട് തീർന്നിട്ട് ഇതാ എന്നേക്കുമായിട്ട് വിടവാങ്ങിയിരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു ചിന്ത മനസ്സിൽ വന്നത്, ഒരു വൃക്ഷത്തെ നമ്മൾ അറിയുക അതിന്റെ ഫലങ്ങൾ കൊണ്ടാണ്. ജോസ് കണിയാലിൽ ഇന്ന് അമേരിക്കയിലെ കനാനായ സമുദായത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരാളാണ്. ഇനി ഞാൻ ആകശാല ജോണിന്റെ സർവസംസ്കാരത്തിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ പലരും ജോണിന്റെ വൈസ് പ്രസിഡന്റായിട്ടും പിന്നീട് KCCNയുടെ പ്രസിഡന്റായിട്ടുമൊക്കെ ജോസ് കണിയാലി നേതൃത്വം വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജിമ്മി കണിയാലി. അപ്പോൾ ഞാൻ പറയുന്നത്, വൃക്ഷത്തെ അറിയുക ഫലങ്ങൾ കൊണ്ടാണ്. നല്ല ഫലത്തിന്റെ സൽകൃത്യങ്ങളും സവിശേഷതകളും ക്വാളിറ്റീസും ടാലൻസും ട്രഷേഴ്സും മനസ്സിലാക്കുമ്പോൾ ആ വൃക്ഷത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ മക്കളുടെ നല്ല ജീവിത ശൈലി കൊണ്ട്, നേതൃത്വ വാസന കൊണ്ട്, സമുദായ സ്നേഹം കൊണ്ട്, മനുഷ്യരോടുള്ള സ്നേഹ ബഹുമാനാദികൾ കൊണ്ട് പ്രിയപ്പെട്ട ചാക്കോ ചേട്ടനെ നമ്മൾ മനസ്സിലാക്കുന്നു. ഈ അവസരത്തില് പ്രിയപ്പെട്ട ചാക്കോ ചേട്ടന്റെ നിര്യാണത്തില് ദുഃഖാർത്ഥരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് മക്കൾക്കും അവരുടെ മക്കൾക്കും എൻ്റെ വ്യക്തിപരമായ പേരുള്ള അനുശോചനം അറിയിക്കുകയും ഇന്നും തുടർന്നും ഈ പ്രിയപ്പെട്ട ദാസന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം.
ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ വന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. മാമോദീസ വഴി സ്വർഗ്ഗരാജ്യത്തിന് അവകാശിയാവുകയും മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർപിടുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരനെ നിത്യഭാഗത്തിൽ ചേർക്കണമെന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസങ്ങളെ അനുഗ്രഹിക്കണമെന്ന് മിശിഹായുടെ പീഡാനുകളെ കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാവണമെന്ന് ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ മിശിഹായുടെ ഉയർപ്പിന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കണമെന്ന് മിശിഹായുടെ ശരീരങ്ങളാൽ പരിപോഷിക്കപ്പെട്ടവരും മരണത്തിൽ പ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് സൂര്യനെ വെല്ലുന്ന ശോഭയോടെ ഞങ്ങളും അവസാന ദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ മരുന്നണമെന്ന് ലോകാരംഭം മുതൽ നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗഭാഗ്യത്തിൽ ഞങ്ങളും എത്തിച്ചേരുവാൻ ഇടയാക്കണമെന്ന് തിരുസഭയെ സ്ഥാപിച്ച് പരിപാലിക്കുന്ന ദൈവമേ, ഞങ്ങളെ ദൈവരാജ്യത്തിന്റെ പൂർണ്ണത്തിലേക്ക് നയിക്കുവാൻ അങ്ങ് നിയോഗിച്ചിരിക്കുന്ന വൈദികരെയും സന്യസ്തരെയും സഭാപരമായി ഞങ്ങളെ നയിക്കുവാൻ വേണ്ട കൃപയും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കണമെന്നും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവവിളികൾ നൽകണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ മൗനമായ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വമണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരി നിങ്ങൾക്ക് അയ്യപ്പനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും സൈനികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സർവ്വവിപത്തിൽ നിന്നെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുൻപായി ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങളെ ഏവരെയും ദയാപൂർവ്വം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രംഗപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ ദൗത്യം പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രയാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നിത്യപിതാവേ, കൈക്കൊള്ളണമേ ഞങ്ങളടയ്ക്കുന്നു ദിവ്യബലി. നിൻതിരുസുധനാ ഈശോ വഴിയാ കൈക്കൊള്ളണമേ ദിവ്യബലി. സ്തുതിയും ദൈവ
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രിക സ്മരണമാരുമായ നവകന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നാടുമാതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസവും എല്ലാ ഭരണകർത്താക്കളെയും സത്യശാസ്ത്രം ഭരിച്ച് ഈ ലോകത്തു നിന്നും വരട്ടു എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ വഴി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വരാജ്യത്തിന്റെ ജീവനും കാരണമാകട്ടെ. ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. കുർബാന എന്റെ കരങ്ങൾ വേണ്ടി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കും ലോകത്തിനും വേണ്ടി അത് സമർപ്പിക്കുകയും അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഇതാനന്ദ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അല്ലാത്ത വിശ്വാസം കൂടെ കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അവരിൽ നിന്ന് പ്രവേശിക്കപ്പെടുന്നവരെ സൂക്ഷിക്കുവിൻ. ഭയഭക്തിയുമായ സമുദാശയപ്പെടുന്നു. പുരോഹിതന്റെ മധ്യസ്ഥം വഴി സമാധാനത്തോടെ പ്രവർത്തിക്കാൻ നിൽക്കുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരത്തേക്ക് വരുത്തി നിശബ്ദരായി ഏകദീർഘത്തോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം യാക്കോബിന്നിവതൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ സന്നിധിയിൽ. അഖിലജരാജരകർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കരുവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിയുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിവേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ കുറുവന്മാരോടും സ്നാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഈശ്വര സദനം
ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറന്നിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സുദർശനം, അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇവരും ബലഹീനരും ആകുലരുമായ ഈ ദാസന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭകളും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ മാത്യു മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജേക്കബ് മെത്രാന് വേണ്ടിയും ഞങ്ങളുടെ പിതാക്കന്മാരായ മാർ ജോയ് മെത്രാന് വേണ്ടിയും ജോസഫ് മെത്രാന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസികൾ, അൽമായ പ്രേക്ഷകർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നങ്ങളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രതിനകമാവശ്യം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയില്ല ഭരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാലത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ആരാധനാ സമൂഹത്തിന് വേണ്ടിയും
അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടി കൃപാന സ്വീകരിക്കണമേ. ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ ദുരസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥപിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരവും പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടെ താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ളവരെ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള മഹനീയവും വിസ്മയാവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ മുദ്രക്തത രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളും വിശിഷ്യ ക്രിസ്തുവിന്റെ സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായ ജനങ്ങളെ ചിതറിക്കണമേ. വിനയത്തിനും ദൈവഭയത്തിനും സമാധാനപൂർവവും ശാന്തവുമായ ജീവൻ നയിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, ഞങ്ങളുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ശ്രേഷ്ഠ പുരോഹിതനായ താൽക്കാലിക കൂടായ്മ രൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥന രൂപവും പ്രസാദിപ്പിക്കട്ടെ. കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങൾ കഴിയും ഞങ്ങളുടെ സ്നേഹത്തിന് തിരികെ വരുമ്പോഴത്താലെ പൂർവനാഥനെ വഴിതെറ്റിപ്പോവാൻ ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ല ഇടയായി ഞങ്ങൾക്കറിയാവുന്ന നിഗൂഢാത്മമായ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കണേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മകനെയും വിശുദ്ധവുമായ ബലിപീഠത്തിന് മുമ്പ് നൽകുന്ന ശുശ്രൂഷകളെ സുഖബദ്ധരാക്കണമേ. കർത്താവ് ഞങ്ങളുടെ കാലിന്റെ പ്രത്യാശ അവിടെ കാസകരി ആരാധന സമൂഹത്തെ അവിടുന്ന് സുഗന്ധപരിതരാക്കണമേ. കർത്താവായ ദൈവമേ, തിരുക്കല്ലറയുടെ സദൃശോട് സിംഹാസനവുമായ ഈ ബലിപീഠത്തെയും പാപമൂലകമായ തിരുശരീര രക്തങ്ങളെയും സുഗന്ധപരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും
നിത്യം ജീവിക്കുകയും ചെയ്യും. മോക്ഷത്തിൽ നിന്നെഴുന്നള്ളി വന്നിടും രക്ഷാകരം ദിവ്യഭോജനം ഞാൻ എന്നെ ഉൾക്കൊള്ളാൻ നിത്യജീവൻ ദാനമായി നൽകാം. തിരുശരീരം ഈ യാഗവീതി വൈദികനിപ്പോൾ വിഭജിക്കുമെൻ തിരുശരീരം. സാദരം ഈ ബലിപീഠത്തിൻ ചുറ്റും നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷയുടെ മൂല്യമായ ശരീരത്തിനുടേശങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്താവിനോടെ സമീപിക്കാം. അനുതാപത്തിന്മേലുള്ള ശരണത്തോടെ അപരാധങ്ങൾ നിറഞ്ഞുകൊണ്ടും പാപങ്ങളെ പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. പിന്നകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ ഒത്തിരിക്കപ്പെടുകയും ചെയ്യാം. ദിവരസങ്ങളിൽ പങ്കുകൊള്ളാം. ആത്മാക്കളെ രക്ഷിക്കാൻ കാരണമാവട്ടെ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാരുണ്യം ഞങ്ങൾ കേളപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്നും അവന്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും ഉള്ളതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേ. അവിടുത്തെ
നമ്മുടെ ദൈവമായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരനെ, സ്വർഗരാജ്യത്തുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസ്വന്തങ്ങളെ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. ദൈവത്തിന്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സകലങ്ങൾ കൃപകളാൽ യേശുവിന്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിന്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സകലങ്ങൾ കൃപകളാൽ യേശുവിന്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിന്റെ കുഞ്ഞല്ലേ നീ. സഹനങ്ങൾ കൃപകളാൽ
യേശുവിന്റെ ക്രൂശിൽ നൽകൂ ദൈവത്തിന്റെ കുഞ്ഞല്ലേ നീ. ദൈവത്തിന്റെ കുഞ്ഞല്ലേ നീ. സങ്കടത്താൽ വാടിയിടല്ലേ, സഹനങ്ങൾ കൃപകളാൽ യേശുവിന്റെ ക്രൂശിൽ നൽകൂ ദൈവത്തിന്റെ കുഞ്ഞല്ലേ നീ. ദൈവത്തിന്റെ കുഞ്ഞല്ലേ നീ. സങ്കടത്താൽ വാടിയിടല്ലേ, സഹനങ്ങൾ കൃപകളാൽ യേശുവിന്റെ ക്രൂശിൽ നൽകൂ ദൈവത്തിന്റെ കുഞ്ഞല്ലേ നീ. പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മർത്തരാജ്യങ്ങളെ ജീവദായകവും ദൈവികവുമായ ഈ ദിവ്യരഹസ്യങ്ങൾ പങ്കുചേരുവാൻ യോഗ്യരാക്കി ഞങ്ങളോട് കാണിച്ച വലിയ കൃപയെ പ്രതി അങ്ങയുടെ ഭക്തിയുമായ നാമത്തിന് എപ്പോഴും സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, അമർത്യതയുടെ ഔഷധമായി കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായി ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിന്റെ നാഥ എന്നേക്കും. നമ്മിൽ നിന്ന് വേർതിരിഞ്ഞു പോയ കന്യാരിൽ ചക്കോച്ചേട്ടൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ടാണ് നമ്മൾ ഒന്നിച്ചുകൂടിയിരിക്കുക. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ശുശ്രൂഷയാണ് ദിവ്യബലിയർപ്പണത്തിലൂടെ നമ്മൾ നടത്തിയത്. ഒരു ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ആരാധനയും കാഴ്ചയും സമർപ്പണവും വിശുദ്ധ ബലിയാണ്. കാരണം ബലിയർപ്പണത്തിലൂടെയാണ് നിത്യരക്ഷ നമുക്കായി ഈശോ ഒരുക്കി തന്നത്. ഈശോ കാൽവരിയിൽ അർപ്പിച്ച ആ ബലിയുടെ യോഗ്യതയാണ് നമ്മുടെ ഓരോരുത്തരെയും സ്വർഗരാജ്യത്തിൻ്റെ മക്കളാക്കി വിശുദ്ധരുടെ സമൂഹത്തിലെ അംഗങ്ങളാക്കി തീർക്കുക. ആ കുരിശിൽ കിടന്നുകൊണ്ടാണ് നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കുമെന്ന് നല്ല കള്ളനോട് പോലും കർത്താവ് വാഗ്ദാനം ചെയ്തത്. ആ കുരിശിൽ കിടന്നുകൊണ്ടാണ് ഈശോ എല്ലാവരോടും ക്ഷമിച്ചത്. ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. ഈ ലോകത്തിലെ സകല കടങ്ങളും പാപങ്ങളും ക്ഷമിക്കാൻ ഈശോയുടെ ബലിയർപ്പണത്തിന് സാധിക്കും എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഈശോ ചിന്തിയ തിരുരക്തത്തിന്റെ യോഗ്യതയാണ് നമ്മുടെ പാപക്കറകളെ കഴുകിക്കളയുക. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്ന ഈ ദാസൻ സ്വർഗത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കും എന്ന് നമുക്ക് നൽകുന്ന വലിയ പ്രത്യാശയും ഉറപ്പും ഈശോയുടെ ഈ വിശുദ്ധ ബലിയാണ്. ഇന്ന് അദ്ദേഹം നമ്മിൽ നിന്ന് ശാരീരികമായി അകന്നു പോകുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ ആത്മീയ സാന്നിധ്യം, അദ്ദേഹത്തിന്റെ വലിയ സ്മരണകള്, ഓർമ്മകള് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മക്കളിലൂടെയും മരുമക്കളിലൂടെയും കൊച്ചുമക്കളിലൂടെയും ബന്ധുജനങ്ങളിലൂടെയും ഉപകാരങ്ങളിലൂടെയും ഒക്കെ നിലനിൽക്കും എന്നതിൽ സംശയമില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ജോസഫ് സൂചിപ്പിച്ചതുപോലെ ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയുന്നു.
മക്കളുടെ നല്ല മാതൃകകൾ അവരുടെ സമുദായത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും ഒക്കെയുള്ള നല്ല ശുശ്രൂഷകൾ അത് തീർച്ചയായിട്ടും മാതാപിതാക്കളിലൂടെ ലഭിക്കുന്ന പുണ്യമാണ്. വിനിയും ജോസും ജിമിയും ഈ പ്രിയപിതാവിന്റെ ലേഗസി പിന്തുടരുകയാണ്. അദ്ദേഹത്തിലൂടെ അവരിലേക്ക് കടന്നു വന്ന സുഹൃത്തുക്കള്, നന്മകള്, അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച ശിക്ഷണങ്ങള് അത് ജീവിതത്തില് പകർത്തുവാനായി അവര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനായ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കുടുംബം വലിയ ഒരു സേവനം നമുക്കായി കാഴ്ചവെച്ചതാണ്. വലിയ നേതൃത്വം നമുക്ക് നൽകിയതാണ്. ഈ സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിന്, അതിനെ ഒന്നാക്കി നിർത്തുന്നതിന് ഈ കണിയാലി കുടുംബം വഹിച്ച വലിയ സേവനത്തെ നന്ദിയോടുകൂടെ ഞാൻ അനുസ്മരിക്കുകയാണ്. സംഘടനയുടെ പേരിലും അതുപോലെ റീജിയന്റെ പേരിലും ഒക്കെയുള്ള പ്രത്യേക നന്ദി തരണത്തെ ഞാൻ അനുസ്മരിക്കുന്നു. അതുപോലെ തന്നെ അഭിമന്യ പിതാക്കന്മാര് ഈ നിര്യാണം അറിഞ്ഞ അവസരത്തില് വിളിക്കുകയും അതുപോലെ തന്നെ അനുശോചനം അറിയിക്കുകയും ചെയ്തു. അഭിമന്യ മോനക്കാട്ട് പിതാവിനെയും മണ്ടാരശ്ശേരി പിതാവിനെയും ഇത്തരത്തിൽ ഞാൻ പ്രത്യേകം അനുസ്മരിക്കുന്നു. അഭിമന്യ അങ്ങാടിയത്ത് പിതാവും അതുപോലെ ജോയി പിതാവും ഇന്ന് ഇവര് ഷിക്കാഗോയിലില്ല. എങ്കിലും ജോസിനെ വിളിച്ച് സംസാരിച്ചിരുന്നു, അവര് അനുശോചനം അറിയിച്ചിരുന്നു. ഞാൻ പ്രത്യേകമായിട്ട് അവരുടെയും അനുശോചനം ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. KSRTC സൂപ്രണ്ടന്റ് എന്ന നിലയിൽ ദീർഘനാള് ശുശ്രൂഷ ചെയ്ത സേവനം ചെയ്ത വ്യക്തിയാണ് ചക്കോ സാർ, നമുക്കറിയാം. അതുപോലെ ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ നാട്ടില് അദ്ദേഹം സമുദായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. 27 സംവത്സരങ്ങൾ അമേരിക്കയില് മക്കളോടൊപ്പം ജീവിച്ച് ഇന്ന് നമ്മിൽ നിന്ന് അകന്നു പോകുമ്പോൾ അദ്ദേഹം ചെയ്ത വലിയ സേവനങ്ങളെ, മാതൃകകളെയൊക്കെ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ദൈവത്തിന് നന്ദി പറയാം. അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മുത്തോലത്തച്ഛനെ അനുസ്മരിക്കുകയാണ്. അച്ഛന് ഒരു പിൽഗ്രിമേജ് ഗ്രൂപ്പില് പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും യൂറോപ്പിലാണ്. അച്ഛന്റെ പേരിലുള്ള അനുശോചനവും ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാനായിട്ട് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട കളരിക്കലച്ഛൻ, അതുപോലെ മണപ്പുറത്ത് ജോസഫച്ചൻ, ടോമി മട്ടുകുടത്തിലച്ഛൻ, കുറച്ചു മുമ്പ് ഇവിടെ വന്ന് OPCയിൽ പ്രാർത്ഥിച്ചിട്ട് പോയ ബോബൻ വട്ടംപുറത്തച്ഛൻ, ഇവരെയൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടെ അനുസ്മരിക്കുന്നു. ഏതായാലും യോളജി കൂടി ഇവിടെ അനുശോചന സന്ദേശങ്ങളിൽ നിന്ന് നൽകുവാനുണ്ട്. അതിനെ തുടർന്ന് നമ്മള് അന്ത്യ ശുശ്രൂഷകർ ദേവാലയത്തിൽ നിന്നുള്ള 2ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു എന്ന കാര്യം പ്രത്യേകം അനുസ്മരിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ അവസരത്തിൽ നമ്മിൽ നിന്നൊക്കെ വേർപിരിഞ്ഞു പോയ ആർച്ച് ബിഷപ്പ് അബ്രാഹാം വിരുത്തികുളങ്ങര പിതാവിനെയും നമുക്ക് അനുസ്മരിക്കാം. തിങ്കളാഴ്ചയാണ് അദ്ദേഹത്തിന്റെ ശവസംസ്കാര ശുശ്രൂഷകള് നാഗപ്പൂര് നടക്കുക. അദ്ദേഹം വഴിയും സമൂഹത്തിനും സമുദായത്തിനും സഭയ്ക്കുമൊക്കെ ലഭിച്ച നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും പരേതാത്മാവിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഈ ഇടവകയുടെയും സെന്റ് മേരീസ് ഇടവകയുടെയും ജ്ഞാനായ റീജിയന്റെയും അനുശോചനം പ്രത്യേകമായിട്ട് കണിയാനി കുടുംബാംഗങ്ങളെ ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികരെ, ചാക്കോ കണിയാലി എന്ന മഹത് വ്യക്തിയുടെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, ആ മനുഷ്യനോടുള്ള സ്നേഹവും ആദരവും പങ്കുവയ്ക്കുവാനായി ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മുളവനച്ഛനോട് സൂചിപ്പിച്ചു, ചാക്കോ കണിയാലി എന്ന വ്യക്തി ജ്ഞാനായ സമുദായത്തിലും അതുപോലെ KSRTCയുടെ ഉന്നത പദവിയും അലങ്കരിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പഠിച്ചത് മറ്റൊന്നുമല്ല, നിശ്ചയദാർഢ്യവും ദൃഢനിശ്ചയവും അതുപോലെ തന്നെ കൃത്യതയും നിറഞ്ഞ ഒരു ജീവിതം നയിച്ച വ്യക്തിയാണ്.
അദ്ദേഹത്തിന്റെ ആ ജീവിത ശൈലി തന്റെ മക്കളായ ജോസ് കണിയാലിയും ജിമ്മി കണിയാലിയും സമുദായ സേവന രംഗത്ത് നിലനിർത്തി എന്ന് വേണം ഇവിടെ പറയുവാൻ. ജോസ് കണിയാലി എന്ന വ്യക്തി അമേരിക്കയിലെ ക്നാനായ സമുദായത്തിലും മലയാളി സമൂഹത്തിലും പത്രപ്രവർത്തന രംഗത്തും എന്തെല്ലാം ചെയ്തു എന്നൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. എന്നാൽ തന്റെ പിതാവിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ നാട്ടിൽ KCYL എന്ന സംഘടനയുടെ അതിരൂപതാ തല ഭാരവാഹിയാകുകയും അതിലൂടെ തന്നെ ക്നാനായ കത്തോലിക്ക കോൺഗ്രസിലും പങ്കാളിയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി എപ്പോഴും എല്ലാവർക്കും അറിയാം. എന്നാൽ അദ്ദേഹത്തിന്റെ അനുജൻ ജിമ്മി കണിയാലി പലപ്പോഴും അമേരിക്കയിൽ എത്തിയതിനു ശേഷമുള്ള കാര്യങ്ങൾ അറിയാമെങ്കിലും ജിമ്മി കണിയാലി കോട്ടയം അതിരൂപത KCYLന്റെ എന്റെയൊക്കെ ഹൈസ്കൂൾ കാലഘട്ടങ്ങളിൽ KCYL എന്ന സംഘടനയെ തന്റെ പിതാവിന്റെ ആ ഒരു തീക്ഷ്ണത നിലനിർത്തിക്കൊണ്ട് തന്നെ ശക്തമായി കോട്ടയം അതിരൂപതയുടെ KCYLന്റെ പ്രസിഡന്റായി 2 തവണ നയിച്ച വ്യക്തിയാണ്. ഇവരെ അറിയാവുന്നവർക്കറിയാം. ഈ അനൗൺസ്മെന്റിന് ശേഷം യൂവിങ്ങിന് സമയം ഉണ്ടായിരിക്കും. നമ്മുടെ അവസാനത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ഉണ്ടായിരിക്കും. അതുകൊണ്ട് പുറകെ നിൽക്കുന്നവരെ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന കാര്യം അറിയിക്കും. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ഈ കുടുംബം ചിക്കാഗോയിലെ മുഴുവൻ ക്നാനായ കുടുംബങ്ങളെ പ്രതിനിധീകരിച്ച് നമ്മുടെ കുടുംബത്തിൽ നിന്നും ഒരു വ്യക്തി സ്വർഗത്തിലേക്ക് യാത്രയാവുകയാണ്. ഈ കുടുംബം ക്നാനായ സമുദായത്തിന് നൽകിയ സംഭാവനകളെ നന്ദിയോടെ ഇവിടെ അനുസ്മരിക്കുകയാണ്. തന്റെ പിതാവിൽ നിന്ന് ലഭിച്ച കൃത്യതയാർന്ന ജീവിത രീതിയും ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ എപ്പോഴും പ്രാവണ്യം തെളിയിക്കുകയും ചെയ്തിട്ടുള്ള മക്കളുടെ ഒരു പിതാവാണ് പ്രിയങ്കരനായ ചാക്കോ കണിയാലി. ഞാൻ അമേരിക്കയിലെത്തി ആദ്യ ആഴ്ചകളിൽ അദ്ദേഹത്തെ സന്ദർശിക്കുവാനിടയായി. ഞാൻ പോലും അതിശയിക്കുന്ന തരത്തിൽ എന്നോട് അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ അപ്രാദേശിലൊക്കെ വന്നിട്ടുള്ള എല്ലാ ലേഖനങ്ങളും ഞാൻ വായിക്കാറുണ്ട്, അത് ഞാൻ സൂക്ഷിച്ചു വെക്കാറുണ്ട് എന്ന് പറഞ്ഞു എന്നെ കാണിച്ചു. എനിക്ക് തന്നെ വളരെ അതിശയം തോന്നി. നമ്മളൊക്കെ ഒരിക്കലും ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് ഇത്തരത്തിൽ വളരെ വായനാശീലവും അതിലുപരി സമൂഹത്തിലും സമുദായത്തിലും നടക്കുന്ന കാര്യങ്ങൾ കൃത്യതയായി സൂക്ഷ്മതയോടെ വീക്ഷിക്കുന്ന വ്യക്തി എന്ന നിലയിലും എനിക്ക് അദ്ദേഹത്തോട് ഒരുപാട് ബഹുമാനം തോന്നി. KCS എന്ന സംഘടനയിൽ തന്റെ മക്കളായ ജിമ്മിയും ജോസും ശക്തമായ നിലപാടുകളും നല്ല പ്രവർത്തന ശൈലികളും നല്ല നേതൃത്വവും കാഴ്ചവെക്കുകയുണ്ടായി. കഴിഞ്ഞ 2 വർഷ കാലഘട്ടം KCS എന്ന സംഘടനയുടെ അമരത്ത് പ്രിയങ്കരനായ ജോസ് കണിയാലി ഈ ഷിക്കാഗോയിലെ ക്നാനായ സമൂഹത്തെ നയിക്കുകയുണ്ടായി. ഒരു പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ ഈ സമൂഹത്തെ ഒന്നായി കണ്ടുകൊണ്ട് മനോഹരമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധ്യമായത് അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ലഭിച്ച ആ ഒരു നേതൃത്വ പാഠവമാണ്. ഷിക്കാഗോയിലെ മുഴുവൻ ക്നാനായ കുടുംബങ്ങളെ പ്രതിനിധീകരിച്ച് KCS ഷിക്കാഗോയുടെ അനുശോചനം പ്രസിഡന്റ് വിനു പുത്ര ഉൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവിന്റെയും അനുശോചനം ഞാനിവിടെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഇവരുടെ പ്രവർത്തനങ്ങൾ, മക്കളുടെ പ്രവർത്തനങ്ങൾ നാട്ടിലും വളരെ വ്യാപൃതമായതിനാൽ പലരും എന്നെ വിളിച്ചു പറഞ്ഞു. അവരുടെയൊക്കെ അനുശോചനങ്ങൾ ഞാനിവിടെ അറിയിക്കുകയാണ്. ക്നാനായ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്റ്റീഫൻ ജോർജ്, സെക്രട്ടറി ഷൈജി ഓട്ടപ്പള്ളി, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട തോമസ് ചാഴികാടൻ XMLA, പ്രൊഫസർ ബാബു കുഴിക്കുന്നേൽ, മനോരമ ചാനലിന്റെ നേതൃത്വം വഹിക്കുന്ന പ്രിയങ്കരനായ ജോണി ലൂക്കോസ്, അതുപോലെ KCYL എന്ന സംഘടനയുടെ ഫോർമർ ലീഡേഴ്സ്, ആരുടെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല എങ്കിലും ഫോർമർ ലീഡേഴ്സ് എല്ലാവരും അനുശോചനം അറിയിക്കുവാൻ എന്നെ ചുമതലപ്പെടുത്തി. അതും ഞാനിവിടെ അറിയിക്കുന്നു.
KCVL പ്രതിനിധീകരിച്ച് ജെയിംസ് തെക്കനാട് മുൻ KCVL പ്രസിഡന്റ് ഹൂസ്റ്റണിൽ നിന്നെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരിലുള്ള അനുശോചനവും ഈ കുടുംബത്തിനും എല്ലാവർക്കും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ചാക്കോ കനിയാലിയുടെ വിയോഗത്തിൽ KCSന്റെ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അടുത്തതായിട്ട് ഫാമിലിയുടെ റിഫ്ലക്ഷനാണ്. അതിനുശേഷം വീതിയുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. പപ്പയുടെ ജീവിതത്തെയും പപ്പയെയും അനുസ്മരിച്ചുകൊണ്ട് പപ്പയുടെ മൂത്ത മകനായ ജോസ് ഇപ്പോൾ സംസാരിക്കുന്നതാണ്. നവംബർ മാസം 30-ാം തീയതി കിടങ്ങൂര് കണിയാലിൽ വീട്ടിൽ കുഞ്ഞേപ്പിന്റെയും മേരിയുടെയും 7 മക്കളിൽ മൂത്ത മകനായിട്ടാണ് പപ്പായുടെ ജനനം. പപ്പായേക്കാൾ പ്രായമുള്ളവര് കൊച്ച് എന്നും സഹോദരങ്ങള് കസിൻസൊക്കെ ചാച്ചൻ എന്നുമാണ് വിളിച്ചിരുന്നത്. കിടങ്ങൂര് സെന്റ് മേരീസ് സ്കൂളിൽ നിന്നും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തിരുവനന്തപുരത്തെ ആയുർവേദ ആശുപത്രിയിലും തുടർന്ന് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലും ജോലി ആരംഭിച്ചു. ആ ചെറുപ്പകാലത്ത് കിടങ്ങൂര് ഇന്നുള്ള ആയുർവേദ ആശുപത്രിയുടെയും BCM ലൈബ്രറിയുടെയൊക്കെ സ്ഥാപനത്തിന് പിന്നില് പപ്പ ശക്തമായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. 1957 ജനുവരി മാസം 26-ാം തീയതി കൈപ്പുഴ ചാമക്കാല കിഴക്കേതില് അന്നമ്മയെ വിവാഹം കഴിച്ചു. മമ്മി എന്ന തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ നേഴ്സായിരുന്നു. 50കളിലും 60കളിലും നമ്മുടെ നാട്ടിൻ പുറത്തു നിന്നും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലും ചികിത്സ സംബന്ധിച്ച മെഡിക്കൽ കോളേജിലുമൊക്കെ വരുന്ന നാട്ടുകാർക്ക് ഇവർ രണ്ടുപേരും ഒരു സഹായമായിരുന്നു എന്ന് പിന്നീട് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. 59-ല് എന്റെ സഹോദരി വിനിയും 61-ൽ ഞാനും തിരുവനന്തപുരത്താണ് ജനിച്ചത്. പിന്നീട് ഞങ്ങൾ കോട്ടയത്തേക്ക് താമസം മാറ്റി ഉദ്യോഗ സംബന്ധമായിട്ട് ട്രാൻസ്ഫർ വന്നതുകൊണ്ട് അങ്ങനെ കോട്ടയത്ത് ജീവിച്ചിരുന്ന അവസരത്തിലാണ് ക്നാനായ കത്തോലിക്ക കോൺഗ്രസില് ജോയിന്റ് സെക്രട്ടറി ആയിട്ടും വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടും ഓൾ കേരള കാത്തലിക് കോൺഗ്രസിന്റെ കലാമണ്ഡലം സെക്രട്ടറിയുമായിട്ടുമൊക്കെ പ്രവർത്തിച്ചിരുന്നു. കലയെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അമേരിക്കയിൽ വന്ന അവസരത്തില് 90കളില് KCSന്റെ ക്നാനായ നൈറ്റില് 1-2 നാടകങ്ങളിലും അഭിനയിച്ചതായിട്ട് ഞാൻ ഓർമ്മിക്കുന്നു. ഇന്ന് ഈ വേദിയിൽ ഇതുപോലെ ആത്മവിശ്വാസത്തോടുകൂടി നിൽക്കുവാനും സംസാരിക്കുവാനും എന്നെ പ്രാപ്തനാക്കിയത് എനിക്ക് ചെറുപ്പകാലത്ത് ലഭിച്ച പരിശീലനമായിരുന്നു. 1971-ല് നഗര ജീവിതത്തിൽ നിന്നും ഗ്രാമജീവിതത്തിലേക്ക് ഞങ്ങൾ താമസം മാറ്റി ഏറ്റുമാനൂര് ഇടവകയിൽ. 72-74 കാലഘട്ടത്തിൽ ഏറ്റുമാനൂർ ടൗൺ UP സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അന്നവിടെ പ്രസംഗ മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നത് പപ്പായായിരുന്നു. എനിക്ക് വേണ്ടി പ്രസംഗങ്ങൾ എഴുതി തരും. ഞാനത് കാണാതെ പഠിക്കും. വീട്ടിൽ നിന്ന് എനിക്ക് വേണ്ട ട്രെയിനിങ് തരും. സാധാരണ 3 വിഷയങ്ങൾ തന്ന് 5 മിനിറ്റ് മുമ്പ് ഒരു വിഷയം പിക്ക് ചെയ്ത് ആണ് നമ്മൾ അന്ന് സംസാരിക്കുന്നത്. അങ്ങനെ നിരവധി പ്രസംഗ മത്സരങ്ങളിൽ സമ്മാനങ്ങൾ ലഭിക്കുവാൻ എനിക്ക് ആ സ്കൂൾ ജീവിതത്തിൽ അവസരം ലഭിച്ചിട്ടുണ്ട്. 72-73 കാലഘട്ടത്തില് ഏറ്റുമാനൂർ ടൗൺ UP സ്കൂളില് സ്കൂൾ ലീഡറെ തെരഞ്ഞെടുക്കുവാനായിട്ട് ആദ്യമായിട്ട് അവിടെ ഇലക്ഷൻ നടത്തി. നമ്മുടെ ഇന്ത്യയിലെ പാർലമെന്ററി ജനാധിപത്യത്തെ പറ്റി കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആ ഇലക്ഷൻ സിസ്റ്റത്തിലൂടെ അന്ന് ഉദ്ദേശിച്ചിരുന്നത്.
ഞാൻ 6ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ അന്ന് അസംബ്ലിയിൽ 5 മിനിറ്റ് പ്രസംഗിക്കുക, അതിനുശേഷം കുട്ടികളെ ക്ലാസ് റൂമിൽ പോയിരുന്ന സീക്രട്ട് ബാലറ്റിലൂടെ ലീഡറെ തിരഞ്ഞെടുക്കുക, അങ്ങനെയായിരുന്നു ആ സിസ്റ്റം. അങ്ങനെ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിച്ചിരുന്ന അവസരത്തിൽ 2 പ്രാവശ്യം സ്കൂൾ ലീഡറായിട്ട് ഇലക്ഷനിലൂടെ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എനിക്ക് അന്നത്തെ പ്രസംഗങ്ങൾ എഴുതുന്നതും എന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ചതും പപ്പയായിരുന്നു. പിന്നീട് ഹൈസ്കൂൾ കാലഘട്ടത്തിൽ SLC കടങ്ങൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്നും SLC പാസ്സായി. നിന്ന അവസരത്തിൽ അന്ന് KC വൈലിന്റെ ലീഡർഷിപ്പ് ട്രെയിനിങ് ക്യാമ്പ് എല്ലാ ഓണക്കാലത്തും ഉഴൂർ കോളേജിൽ നടക്കുന്ന ഒരു രീതി ഉണ്ടായി, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പ്. അപ്പൊ എന്നോട് പപ്പ പറഞ്ഞു, നീ ആ ക്യാമ്പിലേക്ക് പോകാൻ പറഞ്ഞു. എനിക്ക് സത്യത്തിൽ പോകാൻ പേടിയായിരുന്നു, കാരണം എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, കൂട്ടുകാരില്ല. അപ്പൊ എനിക്ക് മടിയായിരുന്നുകൊണ്ട് എന്നെ വഴക്ക് പറഞ്ഞ് ആ ലീഡർഷിപ്പ് ട്രെയിനിങ് ക്യാമ്പിൽ 77 ക്യാമ്പിലേക്ക് പറഞ്ഞു വിട്ടു. ആ ക്യാമ്പിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, അതിൽ പങ്കെടുത്തില്ലായിരുന്നുവെങ്കിൽ അതൊരു വലിയ നഷ്ടമായിരുന്നേനെ. കാരണം എന്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു KC വൈലിന്റെ ആ ലീഡർഷിപ്പ് ട്രെയിനിങ് ക്യാമ്പ്. ഇന്ന് ലോകമെമ്പാടും നിരവധി അനേകം സുഹൃത്തുക്കളുള്ള ഒരു വലിയ വലയം സൃഷ്ടിക്കുവാൻ എനിക്ക് സാധിച്ചത് അന്ന് ആ ലീഡർഷിപ്പ് ട്രെയിനിങ് ക്യാമ്പിലൂടെ എനിക്ക് ലഭിച്ച പരിശീലനമായി. പിന്നീട് നിരവധി ക്യാമ്പുകളിൽ പങ്കെടുക്കുകയും ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകുകയും കോട്ടയം രൂപത അടിസ്ഥാനത്തില് KC വൈലില് നേതൃത്വം നൽകുവാനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചത് അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ പപ്പായെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൗരവമുള്ള സ്വഭാവക്കാരനായിരുന്നു. എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും. പപ്പായുടെ ജീവിതകാലത്ത് മദ്യപിച്ച് ഞാൻ കണ്ടിട്ടില്ല, സിഗരറ്റ് വലിച്ച് കണ്ടിട്ടില്ല, മറ്റനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തിയതായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല, ആഭരണങ്ങൾ തിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു ഭാഗം പാവപ്പെട്ടവരെ സഹായിക്കുവാനും പുസ്തകങ്ങൾ വാങ്ങിക്കുവാനുമായിട്ട് ചെലവഴിക്കുമായിരുന്നു. ഒരു വിപുലമായ ഗ്രന്ഥശേഖരം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ആ ഗ്രന്ഥശേഖരം കണ്ടാണ് ഞങ്ങൾ വളർന്നത്. ബൈബിള് തന്നെ പല പബ്ലിക്കേഷൻ കമ്പനിക്കാർ ഇറക്കിയപ്പോൾ ഇതിന്റെ എല്ലാം ഓരോ ബൈബിള് വീട്ടിൽ മേടിക്കുമായിരുന്നു. മറ്റ് മതഗ്രന്ഥങ്ങളായ ഖുറാന്, ഭഗവത്ഗീത, രാമായണം, ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അപ്പൊ ഈ പുസ്തകങ്ങളൊക്കെ തുറന്നു നോക്കിയാൽ അതിൽ പച്ചമഷിക്കും ചുവന്ന മഷിക്കും വരച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇടയ്ക്ക് ക്വസ്റ്റ്യൻ മാർക്കുകൾ കാണാം. അപ്പൊ എന്റെ അർത്ഥം പപ്പ ഇത് മുഴുവൻ വായിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളിടയ്ക്ക് ചോദിക്കും, ഈ പൈസയൊക്കെ ഇങ്ങനെ പുസ്തകം മേടിച്ച് കളയേണ്ട കാര്യമുണ്ടോ? അന്നേരം പറയും, ഇന്ന് നിനക്കൊന്നും ഇതിന്റെ പ്രയോജനം അറിയില്ല, ഇതിന്റെ അറിവ് നേടുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. അത് നിങ്ങൾ കുറെ നാൾ കഴിയുമ്പോൾ മനസ്സിലാവുമെന്നുള്ളതാണ്. അത് പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. ജീവിതത്തിലെ ഒരു ആർഭാട ജീവിതം ഞങ്ങൾക്കില്ലായി. ഞങ്ങൾ അതിനെപ്പറ്റി പറയുമ്പോൾ പപ്പ പറയുന്ന 2 വാചകമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, എന്നെ സമ്പന്നനാക്കരുത്, എനിക്ക് ദാരിദ്ര്യം തരരുത് എന്ന് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ. എന്റെ ജീവിതത്തിൽ ഉടനീളം ഞാൻ കേട്ടിരുന്ന ഒരു ആപ്തവാക്യമായിരുന്നു അത്. അതുകൊണ്ട് എന്റെ ഇന്ന് വരെയുള്ള ജീവിതത്തില് സമ്പന്നത ആസ്വദിക്കുവാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുമില്ല. അമേരിക്കയില് 27 വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടുകൂടി ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും അറിയാൻ മേലാത്ത കാര്യങ്ങൾ അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുവാനും പപ്പ സമയം കണ്ടെത്തിയിരുന്നു. എന്നിട്ട് അതിനെയൊക്കെ ആസ്പദമാക്കി ചെറിയ കുറിപ്പുകൾ നാട്ടിലുള്ള പത്രങ്ങളിലേക്കും മാസികകൾക്കും ഒക്കെ അയച്ചു കൊടുക്കുക എന്നുള്ളത് ആയിരുന്നു ഒരു പ്രധാനപ്പെട്ട ഹോബി. എന്റെ 3 മക്കളെയും വളർത്തിയത് പപ്പയായിരുന്നു, മാതാപിതാക്കൾ. സാധാരണ മാതാപിതാക്കളോട് നിന്ന് കുട്ടികൾ വളരുമ്പോൾ അവർ മലയാളം പഠിക്കുമെന്ന് പലരും പറഞ്ഞു കേട്ടു. പക്ഷെ പപ്പ അവരിൽ നിന്നും ഇംഗ്ലീഷ് പഠിക്കാനാണ് കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഇവിടുത്തെ അമേരിക്കയിലെ പല കാര്യങ്ങള് അറിയാൻ മേലാത്ത കാര്യങ്ങള് കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കുന്നതും ഞാൻ കാണാമായിരുന്നു. പപ്പ ആഭരണങ്ങൾ ധരിച്ച് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും പറയും സ്വർണം കൂടുതലായിട്ട് ധരിക്കരുത്,
അതിന്റെ സാമ്പത്തിക വശത്തേക്കാൾ ഉപരി സേഫ്റ്റി ആയിരുന്നു പപ്പായുടെ പ്രധാന കൺസേൺ. ലൂസിയെ പെണ്ണ് കാണാൻ ചെന്നപ്പോഴ് ലൂസിയോട് കൊടുത്ത ആദ്യത്തെ ഉപദേശം കഴിയാവുന്നിടത്തോളം സ്വർണം തിരിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നതായിരുന്നു. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വലിയ പബ്ലിസിറ്റി ഒന്നും കൂടാതെ ഇവിടെ താമസിച്ചിരുന്ന അവസരത്തിൽ പെൻഷൻ കിട്ടുന്ന തുകയിൽ നിന്നും ഒരു നല്ല ശതമാനം നാട്ടിലുള്ള ചില പരിചയത്തിൽപ്പെട്ടവരെ പഠിപ്പിക്കുവാനും ചികിത്സാ സഹായത്തിന് കല്യാണം കഴിപ്പിക്കാനും ഒക്കെ നൽകിയിരുന്നു. നമ്മുടെ മെഡിക്കൽ കോളേജിലുള്ള PU തോമസ് നടത്തുന്ന നവജീവൻ ട്രസ്റ്റിലെ ഒരു പ്രത്യേക അഭ്യുദയകാംക്ഷയായിരുന്നു പപ്പ. കഴിഞ്ഞ ഡിസംബർ മാസത്തില് നവജീവനിൽ പോകുവാനും PU തോമസുമായിട്ട് സംസാരിക്കുവാനായിട്ട് അവസരം ലഭിച്ചപ്പോൾ പപ്പായും മമ്മിയും ചെയ്ത സഹായങ്ങളെ പറ്റി അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറയാറില്ലായിരുന്നു. വീട്ടിൽ വരുന്ന ചില എഴുത്തുകളിൽ നിന്നും അല്ലെങ്കിൽ നാട്ടിൽ ചെല്ലുമ്പോൾ ഈ സഹായങ്ങൾ ലഭിച്ച ചിലരുടെയൊക്കെ സംസാരങ്ങളിൽ നിന്നുമാണ് ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അപ്പൊ അതിനെപ്പറ്റി ചോദിച്ചാൽ പപ്പ പറയും നിന്റെ പണി നോക്കാൻ പറയും, അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കാറില്ല. അതുപോലെ 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം പപ്പ പറഞ്ഞു, എനിക്ക് പ്രായമായി വരുന്നു, നിങ്ങൾക്ക് ഇവിടെ നിന്നാൽ കൂടുതൽ ബുദ്ധിമുട്ടാവും, നിങ്ങൾക്ക് ജോലിക്ക് പോകണം, മമ്മിക്കാണെങ്കിലും മേലാതെ വരുന്നവർ ഞങ്ങളെ രണ്ടുപേരെയും കൂടെ നോക്കാനുള്ള ഒരു രീതിയില്ല, അതുകൊണ്ട് എനിക്ക് നാട്ടില് ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിലേക്ക് താമസം മാറ്റിയാലോ എന്ന് ഞങ്ങൾ ആലോചിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഇപ്പൊ ആരോഗ്യത്തിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, ഓടുന്നിടത്തോളം ഓടട്ടെ. പക്ഷെ പുള്ളി ഒരു കാര്യം മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് സാധിക്കുന്നവരെ നമ്മൾ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ്. അങ്ങനെ 1-2 മാസം ഞങ്ങൾ തട്ടി വിട്ടു. പക്ഷെ എന്നിട്ടും പിന്നെയും ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. നാട്ടിലുള്ള പല സുഹൃത്തുക്കളെയും വിളിച്ച് നല്ല ഓൾഡ് ഏജ് ഹോം അന്വേഷിക്കാനായിട്ട് പപ്പ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഞങ്ങള് മരത്തിപ്പറമ്പി ചാക്കോ നാട്ടിൽ പോയപ്പോഴേ ചാക്കോയുടെ കൂടെ നാട്ടിലേക്ക് വിട്ടു. ഇനി അമേരിക്കയിലേക്ക് വരികയില്ല എന്നൊക്കെ പറഞ്ഞാണ് പപ്പ പോയത്. നാട്ടിലുള്ള ഞങ്ങളുടെ കുടുംബ സുഹൃത്തുക്കളായ MLA ആയിരുന്ന തോമസ് ചാഴികാടൻ, പ്രൊഫസർ ബാബു കുഴിക്കുന്നേൽ, രാജു ആലപ്പാട്ട്, ഇവരെ 3 പേരെയും ഞങ്ങൾ പപ്പയുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ചുമതലപ്പെട്ടു. കാരിത്താസിലുള്ള നമ്മുടെ സിസ്റ്റേഴ്സിന്റെ ഒരു സ്ഥാപനത്തിൽ പപ്പ താമസം തുടങ്ങി. ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ മടുത്തു എന്ന് തോന്നി. കാരണം ഞങ്ങളെയൊക്കെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങി. അന്നേരം ഒരു ദിവസം വിളിച്ചേച്ച് പറഞ്ഞു, ഞാൻ ഇവിടുത്തെ പരിപാടി നിർത്തുക, ഞാൻ വീട്ടിലേക്ക് പോവാന്ന്. പിന്നെ ഞാൻ പോയി തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകും. പിന്നീട് ഞങ്ങളുടെ മമ്മിയുടെ മരണശേഷം ഒരു 7 മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ വന്നേച്ച് പറഞ്ഞു, അന്ന് ആരോഗ്യമൊക്കെ നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു, അമേരിക്കയിൽ ഇവിടെ ഏതെങ്കിലും ഒരു നഴ്സിംഗ് ഹോമിലേക്ക് ഞാൻ മാറിയേക്കാം, അല്ലെങ്കിൽ ഞാനിവിടെ കിടപ്പായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ അത് ബാധിക്കുന്നു. ഞങ്ങൾ പറഞ്ഞു, കുറച്ചുകൂടെ നമുക്ക് നോക്കാം. അത് പറഞ്ഞാൽ പറ്റിയല്ല, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സാധിക്കുന്നവരെ ഇങ്ങനെ നമ്മളെ പുറകെ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വന്ന് ഞങ്ങൾ ഒടുവിൽ വീറ്റൻ കോൺവാലസ് സെന്ററിൽ പപ്പായ്ക്ക് അഡ്മിഷൻ കിട്ടി. അവിടെ താമസം തുടങ്ങി. അപ്പൊ പപ്പായുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ളതാണ്. അങ്ങനെയാണ് കഴിഞ്ഞ 7 മാസമായിട്ട് ആ സെന്ററിലായിരുന്നു. പപ്പ പ്രതീക്ഷയോടെ തന്നെ ആരോഗ്യം ക്ഷയിച്ചു, നടക്കാൻ ബുദ്ധിമുട്ട് വന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച 10:40 പപ്പ മരിക്കുന്നത്. ആ അവസരത്തിൽ ഞങ്ങൾ 4 പേരും കൂടെ ഉണ്ടായിരുന്നു. മുളവനാൽ അച്ഛനും കൃത്യസമയത്ത് തന്നെ അവിടെ വരികയും അന്ത്യോപദേശകൾ നൽകുകയും ചെയ്തു. അപ്പോൾ ഇത് ഞാൻ ഇതൊക്കെ പറയാൻ കാരണം, അന്ന് പപ്പായുടെ ഒരു ബുദ്ധിമുട്ട് സന്തോഷത്തെക്കാൾ ഉപരി ഞങ്ങളുടെ ഒരു നന്മയും ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഒഴിവാക്കണമെന്നുള്ള ഒരു ചിന്തയിലൂടെയായിരുന്നു ജീവിച്ചിരുന്നത്. ഇതുപോലെ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഒരു വിവാഹ വാർഷിക ദിനത്തില് ഒരു കുറിപ്പുമായിട്ട് രാവിലെ വന്നു. ഇതെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ മരിക്കുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ അത് ഞങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ മരിച്ചാൽ പപ്പായെ ദഹിപ്പിക്കണം, ക്രിമേഷൻ, അതാണ് പപ്പായുടെ ആഗ്രഹം. പിന്നെ അതിൽ നിന്നും ഒരു 50% പണം ഇന്നിവിടെ നമുക്കറിയാം ഫുണറൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് നല്ല ചെലവുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്നാല് മക്കൾക്ക് കൂടുതൽ ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്ന് മുൻകൂട്ടി കണ്ട്
അപ്പോൾ ക്രിമേഷൻ നടത്തുകയാണെങ്കിൽ ഒരു 50% പൈസ ലാഭിക്കാൻ പറ്റും. അതിന്റെ ഒരു വിഹിതം നവജീവൻ ട്രസ്റ്റിന് സംഭാവനയായിട്ട് നൽകണം എന്നൊക്കെ കടലാസിൽ എഴുതി വെച്ചിരുന്നു. അപ്പൊ ഞങ്ങൾ അതിനെപ്പറ്റി എന്റെ പല മാസികകൾക്കും ക്രിമേഷന്റെ ഗുണത്തെ പറ്റിയൊക്കെ പറഞ്ഞ് കുറിപ്പുകൾ എഴുതിയിട്ടുണ്ടാകും. അപ്പൊ 2 ആഴ്ച മുമ്പ് ഞങ്ങൾ ഇങ്ങനെ നഴ്സിംഗ് ഹോമിലോട്ട് ചോദിച്ചു, ഇനി മരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ആ പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ? കാരണം മമ്മി അവിടെ ഒറ്റയ്ക്ക് കിടക്കുകയാണ്, അപ്പോഴേ സ്ഥലമുണ്ട്, ഞങ്ങളുടെയൊക്കെ ആഗ്രഹം അതാണ്. അപ്പൊ അപ്പ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഓക്കെ, എന്നമ്മ ധരിച്ചില്ലേ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ. അങ്ങനെയാണ് ഇന്നത്തെ ഈ ചടങ്ങുകൾ ഈ രീതിയിൽ വന്നത്. പപ്പായുടെ ഈ ഒരു സ്വഭാവം സാധാരണ മനുഷ്യരെ പോലെ ഒരു സ്വഭാവമല്ലായിരുന്നല്ലോ ജീവിതം മുഴുവൻ. അതുകൊണ്ട് പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചാക്കോ കണിയാലി എന്ന് പറയുന്ന ഒരു പ്രത്യേക ടൈപ്പാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പിതാവിന്റെ മക്കളായി ജനിച്ചതിൽ ഞങ്ങൾക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. സ്വന്തം ജീവിതത്തെക്കാൾ സമൂഹത്തിന് എങ്ങനെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും, അല്ലെ സമൂഹത്തിലെ മാറ്റങ്ങളെ പറ്റി അദ്ദേഹം എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നു. എത്ര ഉന്നതനായ വ്യക്തിയാണെങ്കിലും ശരിയല്ലാത്ത ഒരു കാര്യം ചെയ്താൽ എഴുന്നേറ്റിരുന്ന് അത് ശരിയല്ല എന്ന് മുഖത്ത് നോക്കി പറയുന്ന ഒരു സ്വഭാവമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സ്വഭാവമുള്ളവർക്ക് ശത്രുക്കൾ കൂടുതലായിരിക്കും, മിത്രങ്ങൾ കുറവായിരിക്കും. അത് പപ്പായെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളത് ഒരു വിഷയമേ അല്ലായിരുന്നു. അതുകൊണ്ട് പലരും ഞങ്ങളോട് പപ്പ ഒരു ടൈപ്പ് ആണ് എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വ്യത്യസ്തത പുലർത്തിയിരുന്ന, ഞങ്ങളുടെ നന്മ മാത്രം കണ്ടുകൊണ്ട് ജീവിച്ചിരുന്ന ഈ പിതാവിന്റെ മക്കളായിട്ട് ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ വീണ്ടും ജനിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തും. Now, it is a time for the joint reflection from the grandchildren, Veena, Neetu and Danny. Hello everyone, and thank you for coming today. My name is Dana Kanyali, and these are my sisters Veena and Neetu. We are the children of Joseph Musi Kanyali and the grandchildren of our beloved Chako Kanyala. Apicha was quite the character. Character being a term used in a variety of different ways to describe a person. It can be used to describe someone's uniqueness, someone's wit, someone's charisma. The list goes on and on. If you ask me how I'm using the term, I would say all of the above. Being with Apicha our entire lives, 24/7, all the time, we have all learned that there are so many different aspects to Apicha's persona. Some things were interesting, some were frustrating, and some were inspiring, but his overall persona was something that we will always be able to cherish. Apicha was a very particular man, wanting things done in a certain way, his way. He had a routine that he stayed consistent with every day. He woke up in the morning, went downstairs to eat breakfast, watched TV, then ate lunch, read a little, 2 p.m. takes a nap, woke up by 3:30, went downstairs for chaya and biscuits, watched more TV, ate dinner, then by 8:30 got ready for bed. This was his general daily routine, but he also had other routinely events. Every other day, Apicha would request one of us to grab a Kleenex box for him from the basement. You're probably thinking that he went through a lot of Kleenex if he asked this so frequently, but he really didn't. He always wanted to be prepared and never run out, hence why there was always at least 4 boxes of Kleenex in his room.
and every 2 weeks, Apicha requested to go to the barber shop for a haircut, which is something he oddly got very excited for. He would always walk out feeling so happy about his freshly cut hair. But despite getting haircuts so frequently, you rarely got the opportunity to see it because of Apicha's favorite accessory, a winter hat. Apicha would wear a winter hat outdoors and indoors, and in every season of the year. You would always be able to catch Apicha going for a walk outside in 80-degree weather, wearing shorts, a short-sleeve button-down, a sweater vest, and his infamous winter hat. Apicha was also all about safety. He was the most cautious man that I have ever met. He never wanted to engage in any activity that could potentially lead to injury or pain. He would make sure that he had the proper slippers to prevent slipping on the wood floors. He would always ask about the weather, what the weather was going to be like for the current day and the following 3 days, so he could prepare for any temperature changes or severe weather warnings. Every night, he would make sure all the blinds were closed and doors were locked, so no one could spy on us or break in. But what he cared more about was the safety of others. If we were out late with our friends, Apicha would stay up and would be sitting on the couch until we came back to make sure we got home safely. When I wanted to go to my friend's house that was only a block away, Apicha would walk with me to ensure I got there safely. And whenever we left the house, Apicha would ask us for a detailed description about where we were going, who we were going with, what were the phone numbers of all the people that were going, how we were getting there, and when we will get back, just to make sure we once again were safe. And if you ever heard anything on the news or read about some recent crime story, you can guarantee getting a massive lecture about it and how we need to stay away from those situations. Which leads me to my next point, that Apicha had a thirst for knowledge. Apicha took every opportunity he could to learn something new. When he first came to America to help raise Nivina and Nilu, he really wanted to learn English, so that was the main language spoken in the house, hence why the three of us barely know Malayalam. But he took this opportunity to learn a new language and succeeded. Whenever a friend came over, Apicha always made an effort to learn their name and at least one thing about them, even though most of the time that one thing was whether or not they read the Bible. But he always remembered them and the conversations that they've had. But the most important learning opportunity for Apicha was learning about the world. He constantly watched CNN and Asianet News and was always up to date on what was going on in the world. He was so invested in the latest news that Apicha once woke everyone up at 7 a.m. the day he found out that Princess Diana died. Whenever our friends or relatives had conversations with Apicha, they always commented about how impressed they were about how knowledgeable my Apichan was. But this was something that my Apichan found very important. He always emphasized to us the importance of knowing the world among us. He always wanted us to read the newspaper or some interesting article he found in the Time magazine. Apicha would always read Time magazine and use a red pen to underline all the important stuff. But if you look through one of his Time magazines, you would notice that he basically underlined every single line in an article. We learned a lot about Apicha over the years, but we also learned from him. We learned the importance of an education and how it's important to not just be book smart, but street smart as well. We also learned that even if you don't go to church all the time, a strong faith in God is necessary for life. And finally, we learned that even if you don't express your love through words, you can show your love through your actions like he did. We are forever grateful for his presence in our lives, and we will miss him. Rest in peace, Apicha. സെമിത്തേരിയിലെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഈ ഹാളിൽ വെച്ച് മന്ത്രം ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം ഭക്ഷണവും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും തിരിച്ചിവിടെ വന്നിട്ട് പോകാവൂ എന്ന് ഫാമിലിക്ക് കൊണ്ട് അപേക്ഷിക്കുന്നു. 86 വർഷം ഈ ലോകത്ത് ജീവിച്ച്
ഇന്ന് നിത്യതയിലേക്ക് അനയിക്കപ്പെടുന്ന പപ്പായയ്ക്ക് യാത്രാമൊഴി അരുളുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും കണിയാലി കുടുംബത്തിന്റെ പേരുള്ള നന്ദി പ്രകാശിപ്പിക്കുവാൻ പപ്പായയുടെ ഇളയ മകനായ ജിമ്മിയെ ക്ഷണിക്കുന്നു. എന്റെയും എൻ്റെ സഹോദരങ്ങളായ വിനി മാത്തുക്കുട്ടി, ജോസ് കണിയാലി എന്നിവരുടെയും മനസ്സുകളിൽ നേതൃത്വ വാസനയുടെ വിത്തുകൾ മുളപ്പിക്കുകയും പരസ്നേഹത്തിന്റെയും മാനവ സാഹോദര്യത്തിന്റെയും മാതൃകകൾ കാണിച്ചു തരികയും ചെയ്തത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പപ്പ ആയിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന നവജീവൻ ട്രസ്റ്റ് പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ശ്രീ പി യു തോമസിനോടൊപ്പം അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വളർന്നത്. ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ തിരുബാല സഖ്യത്തിന്റെയോ മിഷൻ ലീഗിന്റെയോ പ്രസംഗ മത്സരങ്ങൾ വരുമ്പോൾ ആ വിഷയങ്ങളിൽ പ്രസംഗങ്ങൾ എഴുതി ഞങ്ങളെ പഠിപ്പിച്ച് വീട്ടിലുള്ള സാമാന്യം വലിപ്പമുള്ള സ്റ്റൂളിന്റെ മുകളിൽ കയറ്റി നിർത്തി പല പ്രാവശ്യം പറയിപ്പിച്ച് നൽകിയ പരിശീലനം ഞങ്ങൾ നന്ദിയോടുകൂടി സ്മരിക്കുന്നു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല പ്രശ്നങ്ങളിലും ധൈര്യപൂർവ്വം നേതൃത്വം നൽകുകയും ആയതിന്റെ പേരിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും എല്ലാം നല്ലതിനായി വരും എന്ന് ഞങ്ങളോട് പറയുകയും തനിക്ക് നേരിട്ട അസൗകര്യങ്ങളിലും മറ്റുള്ളവർക്ക് പ്രയോജനങ്ങൾ ഉണ്ടാകുന്നത് കാണുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പപ്പായുടേത്. ഏത് പ്രസ്ഥാനത്തിലാണെങ്കിലും ഏറ്റെടുക്കുന്ന സ്ഥാനങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ പപ്പ ആയിരുന്നു. ഇന്ന് ഞങ്ങൾ ഏതെങ്കിലും സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഞങ്ങളുടെ പപ്പയാണെന്നത് അഭിമാനപൂർവ്വം ഞാൻ അനുസ്മരിക്കുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുകയും പപ്പായുടെ അവസാന നിമിഷങ്ങളിലെ പ്രാർത്ഥനാ ശുശ്രൂഷ നടത്തുകയും ചെയ്ത നമ്മുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ തോമസ് മുളവനാനോട് ഞങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ദിവ്യബലിയിൽ സഹകാർമ്മികരമായി പങ്കെടുത്ത് പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ ഫാദർ അബ്രഹാം കളരിക്കൽ, ഫാദർ ടോമി വട്ടുകുളം, ഫാദർ ജോസഫ് പണപ്പുറം, അതുപോലെ നേരത്തെ ഇവിടെ ഒപ്പീസെത്തിച്ച ഫാദർ ബോബൻ വട്ടംപുറത്ത് എന്നിവരോടും കഴിഞ്ഞ ദിവസം മെമ്മോറിയൽ മാസ് നടത്തിയ ഫാദർ ജോനാസ് ചെറുതിലം, അതുപോലെ ഇന്നിവിടെ സ്ഥലത്തില്ലെങ്കിലും ഞങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ നമ്മുടെ വികാരി റവറൻ ഫാദർ അബ്രഹാം മുത്തോയം, അതുപോലെ വിസിറ്റേഷൻ കോൺവെന്റ് മദർ സിസ്റ്റർ സിൽവേരിയൂസ്, മറ്റ് സിസ്റ്റേഴ്സ് എന്നിവരോടും ഞങ്ങളുടെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. പപ്പായുടെ മരണശേഷമുള്ള എല്ലാ ചടങ്ങുകൾക്കും ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകിയ സേക്രഡ് ഹാർട്ട് ദേവാലയത്തിന്റെ ട്രസ്റ്റി കോർഡിനേറ്റർ ശ്രീ തോമസ് നെടുവാമ്പടിയോട് ഞങ്ങൾക്കുള്ള കൃതജ്ഞത അറിയിക്കുന്നു. തോമസ് ചേട്ടനോടൊപ്പം ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹകരണങ്ങളും നൽകിയ കൈക്കാരന്മാരായ സക്രിയ ചേലക്കൽ, മാത്യു ചെമ്മലക്കുഴി, മാത്യു ഇടിയാലിൽ എന്നിവരോടും അതുപോലെ കൊളോണിയൽ ഫ്യൂണറൽ ഹോമുമായുള്ള ഇടപാടുകളിൽ ഞങ്ങളെ സഹായിച്ച ശ്രീ പീറ്റർ കുളങ്ങരയോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ദേവാലയത്തിന്റെ ഫ്യൂണറൽ ആൻഡ് സിമിത്രി കാര്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ശ്രീ ബെന്നി വാച്ചാച്ചിറ, സാബു മുത്തോലം, കുര്യൻ തൊട്ടിച്ചിറ എന്നിവരോടും ദേവാലയത്തിലെ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്ന ശ്രീ കുര്യൻ നെല്ലാമറ്റം, ശ്രീ ഫിലിപ്പ് കണ്ണോത്ര എന്നിവിടെ എം സി ആയി പ്രവർത്തിച്ച ശ്രീ ജോർജ് തോട്ടപ്പുറം എന്നിവരെയും ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. ഇന്നത്തെ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ എബിൻ കുളത്തിൽ കരോട്ട്, ജോബി പണയപ്പറമ്പിൽ, സിസ്റ്റർ ജസീന, ജോസ്ന മുകളേൽ എന്നിവരോടും പപ്പായുടെ നിര്യാണ വാർത്തയും മറ്റു ചടങ്ങുകളും ജനങ്ങളിൽ എത്തിക്കാൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തന്ന ജ്ഞാനായ വോയിസ് ടീം, സാജു കണ്ണമ്പള്ളി, സജി പണയപ്പറമ്പിൽ എന്നിവരോടും വാർത്താ സഹായം നൽകിയ ശ്രീ ജോയിച്ചൻ പുതുക്കുളം, രാജു ആലപ്പാട്ട്, മറ്റ് മാധ്യമ സുഹൃത്തുക്കൾ എന്നിവരോടും പപ്പായുടെ നിര്യാണശേഷം സോഷ്യൽ മീഡിയയിലൂടെയും ഫോൺ വഴിയായും നേരിട്ടും ഞങ്ങളെ അനുശോചനം അറിയിച്ച എല്ലാവരോടും, പ്രത്യേകിച്ച് ജ്ഞാനായ കാത്തലിക് സൊസൈറ്റി ഓഫ് ചിക്കാഗോ, ചിക്കാഗോ മലയാളി അസോസിയേഷൻ, ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക, ജ്ഞാനായ കാത്തലിക് കോൺഗ്രസ് ഓഫ് നോർത്ത് അമേരിക്ക, മലയാളി അസോസിയേഷൻ ഓഫ് റെസ്പിറ്ററി കെയർ തുടങ്ങിയ സംഘടനകളുടെ ഭാരവാഹികളോടും അംഗങ്ങളോടുമുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. We wish to express our sincere thanks
and gratitude to the staff members of Colonial Funeral Home and all the doctors, nurses and other staff of DuPage Care Center Wheaton, especially to Srimati Shirley Vanjipurikal, who took care of our Papa during his last days. വീട്ടിൽ വന്ന് പപ്പായുടെ ചികിത്സ നടത്തിയിരുന്ന ശ്രീമതി ആൻസി ചേലക്കലിനെയും ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി സ്മരിക്കുന്നു. ഭക്ഷണകാര്യങ്ങളിൽ ഞങ്ങളെ സഹായിച്ച ടേസ്റ്റ് ഓഫ് കേരള ആഡിസൺ ശ്രീ രാജീവ് തോബിയാസിനോടും ഞങ്ങളുടെ ഈ വിഷമഘട്ടങ്ങളിൽ അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ബന്ധുമിത്രാദികളോടും, പ്രത്യേകിച്ച് സേക്രഡ് ഹാർട്ട്, സെന്റ് മേരീസ്, സീറോ മലബാർ കത്തീഡ്രൽ ദേവാലയങ്ങളിലെ ഇടവക അംഗങ്ങളോടും മറ്റെല്ലാ മലയാളി സുഹൃത്തുക്കളോടും ഇന്ന് ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയ നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. കഴിയും യാത്ര
ദൈവത്തോടും തുറന്നിടാം. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരിത്തിട്ടല്ലോ പമുണർന്നിടാം. കരയുമ്പോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്തം ദേശത്ത് പോകുമ്പോൾ കഴിയുന്ന യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടും തുറന്നിടാം. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്തബന്ധങ്ങൾ വിട്ടുപോകുമ്പോൾ നൊന്തുനീറിയ മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി നിധേ, ഇത്ര നാൾ കാത്ത സന്നിധി. പോകുന്നേ ഞാനും എൻ ദേഹം തേടി ദൈവത്തോടും തുറന്നിടാം. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി ഇട്ടെന്നോ പമുണർന്നിടാം. ലിവിംഗ് നടക്കുന്ന സമയത്തിന് ആഗ്രഹിക്കുന്ന അന്ത്യ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കും. കേട്ടുനിൽക്കാം. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയുന്നീശോ മൃതരാവകിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളിയില്ല. മൃതിയുടെ കൈപ്പെല്ലാം കഴുകിയ അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടെ എഴുന്നേൽക്കും. അവന്റെ നാമം ധന്യമാകുന്നു. മൃതിയെ നാഥനയിക്കുന്നു. ദുഷ്ടനുമിളയിൽ ശിഷ്ടനും ഒരുപോലെ. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം. വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചു, എന്റെ മേൽ കൈകൾ വച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്ക് നിന്നെ നമിക്കാൻ നൽകണം ഉദ്ധാനം. നീതിമാന്മാർക്കല്ലാതെ പ്രകാശമുദിച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നള്ളും. മൃതരെ വിളിക്കും, ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു. കനകപ്രഭയിൽ കബറിട ഒളിച്ചിട്ടും അതിലുള്ളവരോ നാഥന് പുകഴ് പാടും. ചെറിയവരും വലിയവരും പ്രിയരേ നിങ്ങൾ കരയരുത്. അഖിലേശൻ പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനും സുതനും ബ്രഹ്മായ്ക്കും കീർത്തനമെന്നും ഞങ്ങൾ അടയ്ക്കുന്നു. ആദ്യം
നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടെ കൊണ്ടുപോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്തിൽ കൃത്യങ്ങളാ ദൈവത്തെ പ്രസാദിച്ച ഇയാളെ ദൈവനിധിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടൊത്ത് ഈ കാപ്പയും തന്റെ വലതുഭാഗത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യങ്ങളെ സന്ദർശിക്കുകയും രാജ്യങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദാനം പ്രതീക്ഷ എഴുന്നു മരിച്ചവരെ ഉറപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ പൈതൃകമായ പരിപാലയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോസാവഴിയെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പരിപോഷിപ്പിക്കുകയും മറ്റു ഉദാശകളാൽ ആത്മാവിൽ പ്രഭാവനം ചെയ്യുകയും പ്രിയപ്പെട്ട ദേവാലയമേ, നിനക്ക് ഞാൻ വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ ബാലകരുമായ പുരോഹിതരെ, ദൈവദിനങ്ങൾ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. നാം ഒരുമിക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരനെ നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയനാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവരാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതനിലയിൽ നൈരാശ്യമോടെ വിലപിക്കരുതേ. സ്ഥിരമായി പുനരുത്ഥാനം നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ സന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാവളനാദം ആകാശത്തിൻ സീമകളെല്ലാം പുനരിതമാക്കും. ശരിയായി നിങ്ങൾ ഇനിയും കഴിവിലേതും ശ്രീപുരുഷന്മാർ മന്ദലമിയലാൽ ഉത്ഥാനത്തിൽ സ്വർഗം തന്നെ ദൂതഗണത്തെ രാജിക്കുന്നു. ദിവസം ജീവൻ നേടി ഭീകരപ്രതിതം ചന്ദ്രദൈവം ഉറങ്ങി. പൃഥ്വിയുടെ കൊടുതാം കോട്ടകളെല്ലാം തട്ടി നിരത്തി നാഥൻ നവമാൻ ഉദ്ധാരത്തിൻ ആട തുറന്നു. സ്വർഗമണഞ്ഞോ രാജസുതരിയും